തങ്ങളുടെ ഒരു ഹദീസ് അതാദ്യം നിങ്ങളിലേക്ക് ഒന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നിട്ട് ഞാനും അതിലൂടെ ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഇന്നല്ലാഹ യുഹിബ്ബുൽ ഉതാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുമ്മലിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. തുമ്മൽ അല്ലാഹു തആലയ്ക്ക് ഇഷ്ടമുള്ള വിഷയമാണ്. ചില ആളുകൾ തുമ്മൽ വന്നാൽ വളരെ പിശുക്കിക്കൊണ്ട് അല്ലേ തുമ്മി എന്തോ കുറച്ച് കാറ്റൊക്കെ ആയിട്ട് പുറത്തു പോകുന്ന കേൾക്കാം. അങ്ങനെയല്ല, നല്ലോണം തുമ്മിക്കോ. തുമ്മൽ അല്ലാഹു തആലയ്ക്ക് ഇഷ്ടമാണ്. ചിലപ്പോൾ തുമ്മലങ്ങ് ചീറ്റി പോവുകയും ചെയ്യും. ചില പടക്കം ചീറ്റി പോകുന്ന മതി ചീറ്റി പോകുന്ന തുമ്മലും കാണാം. വല്ലാതെ ഇങ്ങോട്ട് പിടിച്ചു വെച്ചിട്ട് ഒരസ്കിച്ചൊരു സ്വരം ഇങ്ങോട്ട് വരും, വേറൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയല്ല, നല്ലോണം തുമ്മിക്കോ, നല്ലതാ. റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്. ഇന്നല്ലാഹു യുഹിബ്ബുൽ ഉതാസ്. തുമ്മൽ അല്ലാഹുവിന് വളരെ ഇഷ്ടമാണ്. എന്നാൽ മറ്റൊന്നുണ്ട് കേട്ടോ, നമ്മൾ വളരെ ഉഷാറായിട്ട് ഓപ്പണായിട്ട് കൊടുക്കുന്ന ഒരു വസ്തു ഉണ്ടല്ലോ, ഏതാ? യക്റഹു തസാഉബ്. തസാഉബ് അല്ലാഹു തആലയ്ക്ക് വെറുപ്പാ. കോട്ടുവായിടുക വല്ലാതെ, അത് നമ്മൾ ഉഷാറാ. തുമ്മൽ വളരെ പിടിച്ചു വെച്ചാലും കോട്ടുവായിടാൻ ഒരു മടിയില്ല. ചില സദസ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവനവന്റെ അണ്ണാക്ക് കാണുന്ന മാതിരി വായ അങ്ങോട്ട് തുറക്കുന്ന കാണാം. അപ്പൊ അത് അല്ലാഹുവിന് വെറുപ്പാ. ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ചെയ്യുന്നത് അല്ലാഹുവിലേക്ക് പറഞ്ഞ നിർദ്ദേശത്തിന്റെ ഓപ്പോസിറ്റാ പലപ്പോഴും നമ്മളിൽ നിന്ന് വരുന്നത്. അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട വിഷയം ഏതാന്ന് പറഞ്ഞത്? അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട വിഷയം നമ്മളോട് പഠിപ്പിച്ചു തന്നത് അത് തുമ്മലാണ്. പക്ഷെ തുമ്മൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ കൂടുതൽ മൂടി വെക്കും, വളരെ അങ്ങോട്ട് മൂടി വെക്കും. എന്നാൽ അതേ സമയത്ത് കോട്ടുവായിട്ടിൽ അല്ലാഹുവിലേക്ക് വെറുപ്പാന്ന് വെറുപ്പിച്ച കോട്ടുവായ നമ്മൾ വളരെ ഉഷാറായിട്ട് കൊടുക്കുകയും ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. പക്ഷെ അത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കോട്ടുമായി ഇടൽ അല്ലാഹു തആലക്ക് വെറുപ്പാണ്, അതേസമയത്ത് തുമ്മൽ അല്ലാഹു തആലക്ക് ഇഷ്ടമാണ്. റസൂലുള്ളാഹി പഠിപ്പിക്കുക, ഫഇദാ അതസ അഹദുക്കും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ, തുമ്മൽ നല്ലതാണെന്ന് പറഞ്ഞല്ലോ, ഈ തുമ്മൽ ആരെങ്കിലും ഒരാളങ്ങ് തുമ്മിയാലോ, എന്നാൽ വഹമിദല്ലാഹ തആല, അവൻ എന്ത് ചെയ്യണം? അല്ലാഹുവിനെ അങ്ങോട്ട് സ്തുതിക്കണം. തുമ്മിയാൽ ഉടൻ അല്ലാഹു തആല സ്തുതിക്കുക. എങ്ങനെയാ സ്തുതിക്കേണ്ടത്? അൽഹംദുലില്ലാഹ് എന്നങ്ങോട്ട് പറയാം. അപ്പൊ അങ്ങനെ ആരെങ്കിലും അല്ലാഹുവിനെ സ്തുതിച്ചാൽ, ഇതാ അത്തസഹദുക്കും, ആരെങ്കിലും തുമ്മി എന്നിട്ട് വഹമിദല്ലാഹ തആല, അവൻ അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു. എന്നാൽ ഇത് രണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ കാന ഹഖൻ അലാ കുല്ലി മുസ്ലിമിൻ സമിഅഹു, ആ തുമ്മലും ആ തുമ്മിയതിനു ശേഷമുള്ള അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുന്നതും കേട്ട ഒരു മുസ്ലിം അയ്യഖൂല ലഹു യർഹമുക്കല്ലാഹ്, യർഹമുക്കല്ലാഹ് എന്ന് പറയണം. അപ്പൊ ഒരാൾ തുമ്മി, ആ തുമ്മിയ ആള് അൽഹംദുലില്ലാഹ് പറയുകയും കൂടി ചെയ്താൽ തിരിച്ച് കേട്ട ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ അവന് ശക്തിയായ സുന്നത്താണ് എന്ത്? യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞോളണം. എന്നാലോ നമ്മൾ തുമ്മി മെല്ലെ മുഖം തുടച്ചങ്ങ് പോകും. തുമ്മാൻ നമ്മൾ ഉഷാറാങ്ക തന്നെ ചിലപ്പോൾ മുഖം തുടച്ചങ്ങ് പോകും. അല്ലെങ്കിലോ തുമ്മിയൻ അൽഹംദുലില്ലാഹ് പറഞ്ഞ ആരും കേൾക്കില്ല, മെല്ലെ മനസ്സ് പറഞ്ഞു. അങ്ങനല്ല, ഇത് അൽഹംദുലില്ലാഹ് കുറച്ച് ഒച്ചത്ത് പറയുമ്പോഴാണ് നമ്മളെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ നമുക്ക് ഇങ്ങോട്ട് യർഹമുക്കല്ലാഹ് എന്ന ഒരു പ്രാർത്ഥന ചെയ്യുന്നത്. അല്ലാഹു തആല നിങ്ങൾക്ക് കരുണ ചെയ്യട്ടേന്നാ, വേറെ ദോഷമുള്ള വിഷയമൊന്നും അല്ല പറഞ്ഞത്. യർഹമുക്കല്ലാഹ് പറഞ്ഞാൽ അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല കരുണ ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ എന്നാ. അപ്പൊ അല്ലാഹുവിന്റെ കാരുണ്യം ചൊരിയട്ടെ എന്ന് നമ്മൾക്ക് വേണ്ടി അവൻ ദുആ ചെയ്യുകയാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യം അല്ലാഹുവിനെ സ്തുതിക്കണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ സ്തുതിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നമുക്ക് ചൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ആ കേട്ട ആള് ദുആ ചെയ്യുക. അപ്പൊ അത് നമ്മൾ മറന്നുപോകരുത്. അല്ലാഹു തആലയ്ക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണ് ഏത്? പിന്നെ തുമ്മുക എന്നുള്ളത്. ആ തുമ്മിയാൽ തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും വേണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടവർ നിർബന്ധമായും, അല്ലെങ്കിൽ നമുക്ക് നിർബന്ധം എന്ന് പറഞ്ഞാൽ അത് ചെയ്യൽ സുന്നത്താണ് എന്നർത്ഥം. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ തിരിച്ചുകൊണ്ട് യർഹമുക്കല്ലാഹ് എന്ന് പറയുന്ന റസൂലുള്ളാഹി നേരിട്ട് പഠിപ്പിക്കുന്ന ഹദീസാണ്. പിന്നെയോ വ അമ്മ തസാഉബ, ഈ എന്ന പരിപാടി അതെന്താണെന്നറിയോ? അത് ഫഇന്നമാ ഹുവ മിനശ് ശൈത്വാൻ,
അത് ഷെയ്ത്താന്റെ നിൽക്കുന്നത്. കോട്ടുവായി ഇടൽ അത് ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഹോന്നോട് തുറന്നു വിടുന്ന ഒരു പരിപാടി, അത് സദസ്സിന്റെ ഒരു മാന്യത പോലും കീപ്പ് ചെയ്യാത്ത ചില ആളുകൾ അങ്ങോട്ട് തുറന്നിടും. ചിലപ്പോൾ ക്ഷീണം വരുമ്പോ ഉണ്ടാകും, വല്ലാതെ ക്ഷീണം വന്നാലുണ്ടാകും. കാരണം നല്ല നല്ല വയൽ ഇങ്ങനെ കേട്ടുക, നിങ്ങൾ നല്ല വയൽ കേൾക്കാൻ ഇമ്പമുള്ള വയലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് പിശാച് വന്നിട്ട് എട്രാ കോട്ടുവായി അതിനൊരു അരോചകത്വം ഉണ്ടാകട്ടെ എന്ന രൂപത്തിൽ, അതിന് അതൃപ്തി തോന്നുന്ന രൂപത്തിൽ അങ്ങോട്ട് കോട്ടുവായി തരും. അത് നട്ട് വലുതാക്കിയിട്ട് വിടുകയും ചെയ്യും. ഇപ്പൊ അടുത്ത് തന്നെ കണ്ടിരുന്നു, പിന്നെ കുറച്ചു മുമ്പാണ്, പത്രത്തിൽ നിങ്ങൾ കണ്ടോന്നറിയില്ല, ഒരു വലിയൊരു സദസ്സ്, വലിയ സ്റ്റേജ്. അവിടെ ഇരിക്കുന്നത് ഇവിടെ രാഷ്ട്രീയ പ്രമുഖന്മാരായ ആളുകളാണ്. ഇതിൽപ്പെട്ട ഒരാൾ വലിയ വലുതാക്കി അണ്ണാക്ക് വരെ തുറക്കുന്ന രൂപത്തിൽ ആവിയിട്ടൊരു ഫോട്ടോ കുറച്ചു മുമ്പ് പത്രങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കണ്ടിട്ടുണ്ട്, ആളെയൊന്നും ഞാൻ പറയുന്നില്ല. വലിയൊരാവിട്ട് അത് പത്രക്കാരെടുത്തിട്ട് ആ ക്ലാസ് അരോചകത്വം ഉണ്ടാക്കിയത് കൊണ്ട് കോട്ടുവായിടുന്നു, അങ്ങനെ എന്തോ ഒരു അടിക്കുറിപ്പ് കൊടുത്തിരുന്നു, എന്താണെന്ന് ഓർക്കുന്നില്ല. നിങ്ങളെ കണ്ടിട്ടുണ്ടാവും അതിന്റെ ഫോട്ടോസ്. പലപ്പോഴും അത് മോശമായ രൂപത്തിൽ വരെ ചിത്രീകരിക്കേണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു സദസ്സിലിരിക്കുന്ന സമയത്ത് ശരിയല്ല. സദസ്സിന്റെ ഒരു മാന്യതയുണ്ട്. അപ്പൊ അത് കോട്ടുവായി ഇടണ്ടെന്നല്ല, കോട്ടുവായി വന്നാൽ അത് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള ശേഷം പറയാം. അപ്പൊ കോട്ടുവായി ഇടുക എന്നുള്ളത് അത് പിശാചിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതാണ്. ഇനി ഫഇദാ തസാഅബ അഹദുക്കും, നിങ്ങളിന്ന് ആരെങ്കിലും കോട്ടുവായി ഇട്ടാലോ, ഇനി കോട്ടുവായി ആർക്കെങ്കിലും വന്നാലോ, അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാൽ, ഫൽ യറുദ്ദുഹു മസ്തതാഅ, അവന്റെ കഴിവിന്റെ പരമാവധി തടഞ്ഞു വെക്കണം. കഴിവിന്റെ പരമാവധി തടയണം. അതാ ശരിക്കുന്നത്, നല്ല തടഞ്ഞു വെക്കുക. ഒന്നെങ്കിൽ അത് എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കാതിരിക്കാൻ ഒരുവിധം ശ്രമിക്കുക, അല്ലെങ്കിലോ ഇവന്റെ ഇടത് കൈയിന്റെ പുറംഭാഗം കൊണ്ട് ആ കവള് പൊത്തിപ്പിടിക്കുക. കവളല്ല, അവന്റെ ആ വായ പൊത്തിപ്പിടിക്കുക. ഇടത് കൈ കൊണ്ട് ആണ് പൊത്തേണ്ടത്. അത് ഇടത് കൈയുടെ പുറംഭാഗം കൊണ്ടാണ് വേണ്ടത്. എന്ന് ചെറിയ രൂപത്തിൽ കാറ്റ് പുറത്തു പോയിക്കോട്ടെ, അടുത്തുള്ള ആളുകൾക്കും ഇത് കാണുന്ന ആളുകൾക്കും അതുകൊണ്ട് വെറുപ്പുണ്ടാവുകയില്ല. ഇനി പല്ല് തേക്കാത്ത ഒരാളാണ് സുബ്ഹാനല്ലാഹ് കോട്ടുവായി ഇടുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതിന്റെ അവസ്ഥ. മുമ്പിലിരിക്കുന്നതിന്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കണ്ടേ? ഇതെല്ലാം കൂടെ അവന്റെ മോന്തം കിട്ടാണ് ഈ കാറ്റൊന്നായിട്ടാണ് പോവുക. ഈവൻ സുബ്ഹാനല്ലാഹ് പിന്നെ ഒരു മദ്യവും കുടിക്കേണ്ട, അവിടെ തന്നെ ബോധം കെട്ട് പോയിട്ടുണ്ടാവും. ഒന്നും വേണ്ട, മയക്കുമേൽ നഗ തന്നെ. അങ്ങനെ ബോധം കെട്ട് പോകുന്നൊരവസ്ഥ നമ്മുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ മുസ്ലിങ്ങളാണ്, നമുക്ക് കുറേ മര്യാദകളുണ്ട്. അപ്പൊ മുസ്ലിമിന്റെ മര്യാദയിൽപ്പെട്ടതാണ് കോട്ടുവായ കൈയിൽ നിന്ന് ഒഴിവാക്കുക. ഇനി അഥവാ കോട്ടുവായ വന്നാൽ അവന്റെ കൈ കൊണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് അത് വളരെ സാവധാനത്തിൽ കൊടുക്കുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല, ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കൽ നല്ലതാണ്. അതോടെ ഒരുപാട് കൂലികളുമുണ്ട്. കാരണം എന്താ, റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്ന അഹദുക്കും ഇദാ തസാഅബ ലഹിക മിൻഹു ശൈത്വാൻ, നിങ്ങളിങ്ങനെ കോട്ടുവായ ഇടുന്നത് കണ്ടാലേ പിശാച് വല്ലാതെ സന്തോഷിച്ചുകൊണ്ട് ചിരിക്കുന്ന, പിശാചിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകുക. അയ്യവ ഇവന്റെ കോട്ടുവായ നമുക്ക് നല്ല ഇഷ്ടമാണെന്ന് ആര് പറയും? ഈ പിശാച് പറയുന്ന, അവനത് വല്ലാത്ത സന്തോഷമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കോട്ടുവായി ഉപേക്ഷിക്കുക. അതേസമയത്ത് ഒരാൾ തുമ്മിയാൽ ഉടൻ തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അപ്പൊ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയേണ്ടത് സുന്നത്താണ്. അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? അത് പറയാം അല്ലേ? അൽഹംദുലില്ലാഹ് പറയണമെന്ന് നമ്മൾ പഠിച്ചു. ഇനി അൽഹംദുലില്ലാഹ് എന്നൊരാൾ പറഞ്ഞാലോ, അപ്പൊ അതിന് വേറെ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ്, വേറെ ഹദീസ് തന്നെ ഉണ്ട്. എന്താണ്? നിങ്ങളിൽ ആരെങ്കിലും തുമ്മി അവൻ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ഉടൻ തന്നെ യർഹമുക്കല്ലാഹ് എന്ന് പറയാ. എന്നിട്ട് യർഹമുക്കല്ലാഹ് എന്ന് പറയുന്നത് എന്താ അർത്ഥം? അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണല്ലോ. ഇങ്ങനെ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾ തുമ്മിയാൻ എന്താ പറയേണ്ടത്? അവൻ യഹ്ദിയകുമുല്ലാഹു വയസ്ലിഹ് ബാലക്കും എന്ന് പറയണം. യഹ്ദിയകുമുല്ലാഹു വയസ്ലിഹ് ബാലക്കും, അല്ലാഹു തആല നിങ്ങളെ സന്മാർഗത്തിലാക്കട്ടെ, നിങ്ങളെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. എത്ര സുന്ദരമായ വാർത്തകൾ അല്ലേ, എത്ര സുന്ദരമായ പ്രാർത്ഥനകളാണ്. നിങ്ങൾ നോക്കിത്, നമ്മൾ എന്തേ ചെയ്ത ഒരു തുമ്മൽ, ഒരങ്ങ് തുമ്മിപ്പോയി, തുമ്മുമൊന്ന് ശ്രദ്ധിക്കണം. ആ തുപ്പ് നീര് മറ്റുള്ളവന് മേലാവാതെ ചെന്ന് ഒന്ന് വായൊന്ന് അല്ലെ കൈകൊണ്ട് ഇങ്ങനെ തുപ്പിച്ച് പിടിക്കാൻ നല്ലതാണ് തുമ്മുമോ. അല്ലെങ്കിൽ ചെറിയൊരു കർച്ചീഫ്, ഒരു ടവൽ നമ്മുടെ കയ്യിലുണ്ടാവൽ നല്ലതാണ്. തുമ്മും എല്ലാം എടുത്ത് ഒന്ന് വായലൊന്ന് അല്പം വായന്റെ അടുത്ത് പിടിച്ചാൽ ഈ തുപ്പ് നീര് മറ്റൊരുത്തന്നെ മേലാകൂല. ഈ മേലാകാതെ രൂപത്തിൽ നമ്മൾ തുമ്മിക്കഴിഞ്ഞ ഉടനെ നമ്മൾ അൽഹംദുലില്ലാഹ് ചൊല്ലി. അപ്പൊ കേട്ടവൻ യർഹമുക്കല്ലാഹ്, വീണ്ടും തുമ്മുയാൻ യഹ്ദികുമുല്ലാഹു വസ്ലിഹ് ബാലക്കും. കാരണം എന്താ? എനിക്ക് കൊണ്ട് ഒന്ന് ദുആ ചെയ്തിട്ടുണ്ട്, അവനെ നിസ്സാരമാക്കി വിടാൻ പാടില്ല.
എനിക്ക് വേണ്ടി അവൻ ദുആ ചെയ്തു, എന്താ യർഹമുക്കല്ലാഹ്, അല്ലാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ തിരിച്ച് അവനും ഒരു ദുആ കൊടുക്കണ്ടേ? അങ്ങനെയല്ല ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? കിട്ടുന്നത് വാങ്ങി പോവുകയാണോ? വേണ്ടതല്ല, തിരിച്ചങ്ങോട്ടും കൊടുക്കണം. അപ്പൊ തിരിച്ചങ്ങോട്ട് കൊടുക്കും. യഹ്ദിക്കുമുല്ലാഹ് വയസ്ലിഹ് ബാലക്കും, അല്ലാഹു തആല നിങ്ങൾ നന്നാക്കട്ടെ, അല്ലാഹു തആല നിങ്ങളെ നന്നാക്കട്ടെ, നല്ല മാർഗത്തിലാക്കട്ടെ, നിങ്ങളെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല എന്ത് ചെയ്യട്ടെ, നല്ലതാക്കി തരട്ടെ എന്നൊക്കെ നല്ലൊരു ദുആ. അപ്പൊ മറ്റോനോ അവൻ ആമീൻ ആമീൻ പറയാം തിരിച്ചു. കാരണം ഇവന് ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ, അത് ആമീൻ എന്നൊരു വാക്കൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ശുഭം അവസാനിച്ചു. എന്ത് സുന്ദരമായ കാര്യങ്ങൾ. ഇതിൽപ്പെട്ട ആരെങ്കിലും ഒരാളുടെ പ്രാർത്ഥന സ്വീകരിച്ച് അവൻ ഇഷ്ടപ്പെട്ടു പോയില്ലേ? ആരുടെ ദുആയാണ് എപ്പോഴാണ് കിട്ടുക എന്ന് ഒരിക്കലും പറയാൻ പറ്റുകയില്ല. അപ്പൊ ആ കിട്ടുന്ന സമയവും അതിന് സന്ദർഭമൊക്കെ യോജിച്ച ദുആ നമുക്ക് കിട്ടിയാൽ എന്താ, നമ്മൾ അല്ലാഹു തന്നെ നന്നാക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് പറ്റി മോശ? നല്ല കാര്യമല്ലേ? അപ്പൊ ഇത് നമ്മൾ ഇത്രയും നല്ല ഒരു കാര്യമുണ്ടായിട്ട്, ഇത്രയും നല്ല പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയിട്ട് നമ്മൾ ആരും അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് വലിയ വിഷയം. നമ്മളൊക്കെ അവസ്ഥ അതാ. ഇനി അഥവാ തുമ്മിയാലോ ചിന്തിക്കെന്താണെന്നറിയോ? ഇത് തുമ്മി ഞാനിപ്പോ അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ മറ്റോ കേൾക്കൂലേ? അതൊരു പഴഞ്ചനല്ലേ? അതൊരു പഴഞ്ചനല്ലേ? ഇനി അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ തന്നെ മറ്റോ ചിന്തിക്കെന്താ, ഇപ്പൊ അൽഹംദുലില്ലാഹ് പറഞ്ഞു ഈ യർഹമുക്കല്ലാഹ് ഞാൻ എങ്ങനെയാ പറയാ, ഇത് എന്റെ തൊട്ടടുത്തിക്കുന്ന ആള് കേൾക്കൂലേ? അവൻ എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കി? ഒരു പഴയ ആള്, ഒരു ഓൾഡ് മാൻ, ഇതൊരു ചിന്ത വരൂലേ എന്ന് വിചാരിച്ചിട്ട് പലരും ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ അതൊന്നുമല്ല, നമ്മൾ ഇസ്ലാം കൽപ്പിച്ച കാര്യം, നമ്മളോട് ഇസ്ലാം കൽപ്പിച്ച കാര്യം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കാര്യം യാതൊരു മടിയില്ലാതെ ചെയ്യാം. അതിന് മടിക്കാൻ പാടില്ല, ഒരു മടിയുണ്ടാവും. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ച വിഷയല്ലേ, ഇത് മോശപ്പെട്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതിന്റെ വേറെ വിഷയങ്ങളൊന്നും വരാനില്ലല്ലോ, ഇത് ഗുണമല്ലേ വരുന്നത്. ഇത് കേട്ട് മറ്റൊരുത്തനോട് പഠിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് ചൊല്ലി, മറ്റേ റഹ്മത്തുൽ ചൊല്ലി, വീണ്ടും നമ്മൾ യഹ്ദിക്കുമുള്ള ചൊല്ലി, അപ്പൊ അവൻ ആമീൻ പറഞ്ഞു. ഇത് കേട്ടിരിക്കുന്ന ഒരാളെന്താ മനസ്സിലാക്കുക? ഇവർ പരസ്പരം എന്തോ ഒരു സംഭാഷണം നടന്നു, പരസ്പരം എന്തോ ഒരു സംഭാഷണം അടുക്ക നടന്നിട്ടുണ്ടല്ലോ എന്നല്ലേ അവൻ മനസ്സിലാക്കുക. എന്നിട്ട് അവൻ ചിലപ്പോ ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും? മെല്ലെ ചോദിക്കും, മെല്ലെ ഒന്ന് ചോദിക്കും, എന്താ ഇവിടെ ഉണ്ടായത്, നിങ്ങൾ എന്താ ചൊല്ലിയത്? അപ്പോ ചോദിച്ചു മനസ്സിലാക്കാൻ കഴിയും. കാരണം ചോദിക്കുന്നതിൽ ലജ്ജിക്കാനും പാടില്ല. നമ്മളൊരു ഇൽമ പഠിക്കുന്ന വിഷയം ലജ്ജിക്കാൻ പാടില്ല, ലജ്ജയില്ലാതെ ചോദിക്കണം. ഇതെങ്ങനെയാ ചോദിക്കുക? ഇനി ചോദിച്ചു കഴിഞ്ഞാല് അയാൾ എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കുക? ഇങ്ങനെ ചിന്തിച്ചാൽ ഒരു ഇൽമ പഠിക്കാൻ കഴിയില്ല. അവൻ അങ്ങനെ കുത്തിരിക്കുകയുള്ളൂ, ഒരു കാര്യം ഉണ്ടാവും. അവൻ ലജ്ജിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഒരു ഇൽമ അവന് കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവിന്റെ പരമാവധി ഇത്തരം കാര്യങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണമെന്നാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ എനിക്ക് പെടുത്താനുള്ളത്. കാരണം നിങ്ങൾ നോക്ക്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത വേറെ ഹദീസ് കാണാം. ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞു. പറഞ്ഞതെങ്ങനെ? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞിരിക്കാം. ഇവിടെ അൽഹംദുലില്ലാഹ് അല്ല പറഞ്ഞത്, അതോടുകൂടെ എന്ത് ചെയ്തു? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞു. അതുകൂടെ അത് ചേർത്തു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ സമയത്തും, അല്ലേ? അലാ കുല്ലി ഹാൽ എന്നുള്ള അർത്ഥം എല്ലാവർക്കും അറിയാലോ. അലാ കുല്ലി ഹാൽ എന്ന് പറയുമ്പോ എല്ലാ സമയത്തും, അല്ലേ? എല്ലാ സാഹചര്യത്തിലും ഈ പ്രപഞ്ചരക്ഷകനായ റബ്ബിനാണ് സർവസ്തുതിയും. അതെ, ലോകൈക ഗുരു, ലോകനാഥൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ലോകത്തെ തന്നെ പഠിക്കാൻ കാരണഭൂതരായ അല്ലെങ്കിൽ ഈ ലോകത്തെ തന്നെ പഠിച്ച റബ്ബിനാണ് സർവസ്തുതി. എപ്പോ? എല്ലാ സമയത്തും റബ്ബിനാണ് സ്തുതി എന്നുള്ളൊന്നും കൂടെ കൂട്ടി പറഞ്ഞു. അങ്ങനെ കൂട്ടാൻ പറ്റുമോ? അല്ലേ? അങ്ങനെ കൂട്ടാൻ പറ്റുന്ന അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ കൂട്ടലുണ്ടോ? ഒരാൾ ചോദ്യം ഉണ്ട്. അതിനും ഹദീസ് ഉണ്ട് കേട്ടോ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയാൻ റസൂലുള്ളാഹി നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അപ്പൊ അതാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞു. എന്നാലോ ഇങ്ങനെ ആൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? ഇതെല്ലാം മനസ്സിലായല്ലോ അല്ലേ? അവിടുന്ന് അങ്ങോട്ടാണ് മൈക്ക് പോയത്. ഓക്കെ. അപ്പൊ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നൊരാൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എന്താ മറുപടി പറയേണ്ടത്? ഇതന്നെ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയുമ്പോഴും മറ്റവൻ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. അവനപ്പോൾ യർഹമുക്കല്ലാഹ് എന്ന് തന്നെ പറയാം. ഇത് യർഹമുക്കല്ലാഹ് എന്ന് പറയണം. അപ്പൊ തുമ്മിയാൻ വീണ്ടും എന്ത് പറയണം? യഹ്ദിക്കുമുല്ലാഹു വയുസ്ലിഹ് ബാലക്കും
എന്ന് പ്രതികരിക്കണം. ഇതൊക്കെ ഹദീസിലുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഹദീസിലുള്ളതാണ്. എന്താ എ ക്ലാസ് റൂം पर उर्दू पूछ सकता है नहीं इधर എന്താ പറയാ അതിനെന്താ ഹിന്ദി പറഞ്ഞെടുക്കുക എങ്ങനെ ഈ മലയാള റൂം അല്ലേ അങ്ങനെ പോരെ. ഹിന്ദിക്കാരായ നമ്മളെ അബുസുമാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. പോയോ? വേറെ വിഷയം എന്താ അറിയോ, നമ്മള് തുമ്മിയപ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഒരു ഹദീസ് കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്പോൾ ഹദീസിലുണ്ട്. അയ്യോ അവിടെ മാനുസ്താദ് പറഞ്ഞ അബി നെഹിബായി പ്രൈവറ്റ് മീ ആയി അദ്ദേഹം ചോദിക്കാൻ വേണ്ടിട്ട് എന്നാ മാനുസ്താദ് ചെയ്തോളിനി കരിയും പോയി ആവട്ടെ. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്പോഴത്തെ ഒരു ഹദീസിലുണ്ട്. ഇതുകൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്താ അറിയോ, ഒരാൾ തുമ്മിയത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പൊ മലക്കുകൾ എന്താ പറയാന്നറിയോ, നമ്മളൊരാൾ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്നവൻ യർഹമുക്കല്ലാഹ് പറയും പോലെ അല്ല, മലക്കുകൾ പറയും. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയും റബ്ബിൽ ആലമീൻ എന്ന് പറയും. നമ്മളെ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ മലക്കുകൾ അത് കൂടെ അങ്ങോട്ട് കൂട്ടും, റബ്ബിൽ ആലമീൻ എന്ന് പറയും. അപ്പൊ ഈ റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ ഒരാൾ എന്ത് പറയുന്നത് അറിയോ, അപ്പൊ ഈ ഒരാൾ ഇനി അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു വിചാരിക്കുക. നേരത്തെ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നാണല്ലോ പറഞ്ഞത്. അതേ സമയത്ത് ഒരാൾ അൽഹംദുലില്ലാഹ്ക്ക് പകരം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ മലക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു. ഇനി ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തന്നെയാണ് പറഞ്ഞു വിചാരിക്കുക. അപ്പൊ മലക്ക് എന്ന് പറയുന്നറിയോ, ഈ സമയത്ത് റഹ്മക്കല്ലാഹ് എന്നും കൂടി പറയുന്ന. അപ്പൊ ഒരാൾക്ക് തുമ്മിയാൾക്ക് അങ്ങനെ പറയാം. സുയൂത്തി ഇമാമൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ അറിയോ, തുമ്മി ഒരു മനുഷ്യൻ അപ്പൊ നല്ലത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ എന്ന് പറയലാ നല്ലത് എന്നാ. രണ്ട് ഹദീസും കൂടി യോജിപ്പിച്ചു. നേരത്തെ പറഞ്ഞു അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നൊരു ഹദീസ് പറഞ്ഞു, ഇവിടെ പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നും പറഞ്ഞു. അപ്പൊ ഈ രണ്ടും കൂടി യോജിച്ചിട്ട് സുയൂത്തി ഇമാമൊക്കെ പറഞ്ഞെന്തെന്നറിയോ, വീണ്ടും മൈക്ക് പോയോ? എന്തൊരു മൈക്ക് കാണിക്കുന്നുണ്ട്. മൈക്ക് പോയിട്ടുണ്ടോ കൂട്ടുകാരെ? മൈക്ക് ഇല്ലല്ലോ. ജലീലം 55 ഒരു മൈക്ക് ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞു. ഗുഡ് ക്ലിയർ ആണല്ലേ. അദ്ദേഹത്തിന് വേറെന്തോ മൈക്ക് അദ്ദേഹത്തിന് പോയതായിരിക്കും, എന്തോ അറിയില്ല. അപ്പൊ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നുള്ളതും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതും രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് പിന്നെ സുയൂത്തി ഇമാമൊക്കെ പറഞ്ഞത് കാണാം. എങ്ങനെ ഫുതുഹാത്തു റബ്ബാനിയയിൽ 6-ാം വള്ളിയും 12-ാം പേജിലുണ്ട്. എങ്ങനെയാണെന്നറിയോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ എന്ന് പറയാലാ നല്ലത്. അപ്പൊ ഇന്നു മുതൽ KMIC-യിലുള്ള നമ്മളൊക്കെ, കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലുള്ള അതിന്റെ കേൾക്കുന്ന റേഡിയോ ശ്രോതാക്കളും അത് ആരൊക്കെ കേൾക്കുന്നുണ്ട് അവരൊക്കെ എല്ലാവരും ഇനി ഇങ്ങനെ ആക്കിയാലോ. എങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ പറയാ. കുറച്ച് നീളം കൂടിക്കോട്ടെ. മലക്കളുടെ പ്രാർത്ഥന കൂടെ നമുക്ക് കിട്ടുമല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മലക്കൾ നമുക്ക് റഹ്മത്തുള്ളാഹ് എന്ന് പറയും. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. അപ്പൊ മലക്കൾ നമുക്ക് റഹ്മത്തുള്ളാഹ് പറയുന്ന ഒരു ഇതുകൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത് അല്ലേ? ആ ഗുണം കൂടെ നമുക്ക് കിട്ടൂലേ? അപ്പൊ ഇനി അങ്ങനെ തയ്യാറുള്ള ഒന്ന് യെസ് അടിച്ച് നമുക്കൊരു പണി വേണമല്ലോ. അങ്ങനെ തയ്യാറുള്ളവർ ഇന്നു മുതൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ എന്ന് ഞാൻ പറയും എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച ആളുകൾ ഒന്ന് യെസ് അടിച്ച് നോക്കാലോ. വെറുതെ യെസ് അടിക്കരുത്. അയ്യോ എല്ലാവരും യെസ്സന്മാരാണ് അല്ലേ? ഇനി അങ്ങനെ പറയാമെന്നാ ഇൻഷാ അല്ലാഹ് അങ്ങനെ പറയാമെന്നാണ് അബൂവിശ്വാസൊക്കെ പറയുന്നത് അല്ലേ? എല്ലാവരും പറയുന്നു ഇൻഷാ അല്ലാഹ് ചെയ്യാം. യെസ്, നമുക്കിനി അങ്ങനെ നോക്കല്ലേ. ആദ്യം ഞാൻ അങ്ങനെ ആവണല്ലോ, എന്നിട്ടല്ലേ നിങ്ങളോ പറയാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യമൊക്കെ നന്നായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള പറഞ്ഞതിന് മുമ്പ് തന്നെ. അപ്പൊ ഞാനത് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ചെയ്തെങ്കിലല്ലേ നിങ്ങളോടത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ ചെയ്യുന്നവർക്കൊക്കെ നല്ല ബറക്കത്ത് അല്ലാഹു തആല ജീവിതത്തിൽ കൊടുക്കുമാറാവട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ എന്ന് പറയാം. കേട്ടവൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ? കേട്ടവൻ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. പക്ഷെ ഇതുകൊണ്ടൊരു മെച്ചമുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം വേറെ മെച്ചം. ഇങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ എന്നൊരാൾ സ്ഥിരമായി ചെല്ലിയാലുള്ള ഗുണം എന്താണെന്നറിയോ? അലി റളിയല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. വേണ പഠിച്ചു വെച്ചോ. ഇത് ചെല്ലിയാൻ എന്താ ഗുണം എന്നുള്ളത് ദുനിയാവിൽ ഒരു ഗുണമുണ്ട്, ആഖിറത്തിൽ വേറെ ഉണ്ട്. ഇതൊക്കെ കൂലിയുണ്ട്. പക്ഷേ ദുനിയാവിൽ ഇതുകൊണ്ടൊരു ഗുണമുണ്ട്.
അതെന്തെന്ന് പറയുക, ഇങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ എന്നൊരാൾ പറഞ്ഞാൽ അയാൾക്കൊരിക്കലും പിന്നെ പല്ലുവേദന ഉണ്ടാകൂല എന്നാ. അതുപോലെ ഒരാൾക്ക് പല്ലുവേദന വന്നാൽ സഹിക്കാൻ പറ്റും. പല്ലുവേദന ഉണ്ടായ ആളുകളില്ലേ കൂട്ടത്തിൽ, ഒന്ന് യെസ് അടിച്ച് കൂട്ടുകാരെ, പല്ലുവേദന ഉണ്ടായവര്, ഈ ബാലക്സ് ഉള്ളവരോടോ യെസ് അടിക്കാൻ, മറ്റൊരു കേൾക്കുക, അവരന്ന് മനസ്സിൽ മൂളിയാൽ മതി. പല്ലുവേദന ഉണ്ടായ ആളുകൾ, ആകെ ഒരാൾക്ക് പല്ലുവേദന ഉണ്ടായിട്ടുള്ളൂ? അല്ല, വരുന്നുണ്ട് അല്ലേ? മാഷാ അല്ലാഹ്. അതാ പല്ലുവേദനക്കാരങ്ങനെ വരുന്നുണ്ട്, എല്ലാവർക്കും പല്ലുവേദന ഉണ്ട്. ഇതുവരെ പല്ലുവേദന ഇല്ലാത്ത ആളുകളുണ്ടോ കൂട്ടത്തില്? പല്ലുവേദന ഇല്ലാത്ത എല്ലാം യെസ് അടിക്കല്ലേ, അപ്പൊ അത് കുടുങ്ങിപ്പോവും. അപ്പൊ ഏത് യെസ് എന്നറിയില്ല. അപ്പൊ പല്ലുവേദന ഇതുവരെ തീരെ പല്ലുവേദന ഇല്ലാത്ത, തീരെ പല്ലുവേദന ഇല്ല എന്നുള്ള ആളുകള് ഒന്ന് വൈ അടിക്കും. വൈ, യെസ് വേണ്ട, വൈ എന്നടിക്കോട്ടെ. വൈ. തീരെ പല്ലുവേദന ഉണ്ടാവാത്ത ആളുകൾ. ഒരാൾക്ക് പല്ലുവേദന ഉണ്ടായിട്ടില്ല അല്ലെ? തീരെ. രണ്ടാള്, മൂന്നാള്, മൂന്നാളാണ് ഇപ്പോഴും ഉണ്ടാകാറില്ല, മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ മൂന്നാൾക്കേ ശരിക്കും പല്ലുവേദന, നാലാണ് അല്ലേ? മാഷാ അല്ലാഹ്. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ പല്ലുവേദന ഉണ്ടായിട്ടുണ്ട് അല്ലേ? എനിക്കുണ്ടായിട്ടുണ്ട്, പല്ലുവേദന ഉണ്ട്, ഇപ്പോഴും ഉണ്ട് കണ്ണു. ഇപ്പൊ പല്ലിങ്ങനെ വേദനിക്കുന്നുണ്ട്. ഇറച്ചി നിട്ടൊന്നല്ല, ഇപ്പൊ എവിടുന്ന് ഇറച്ചിന്നാൻ പല്ലുവേദന ഉണ്ട്. അപ്പൊ പല്ലുവേദന ഉള്ള ആളുകളും പല്ലുവേദന ഇല്ലാത്ത ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഈ പല്ലുവേദന ഇല്ലാതാവാൻ വേണ്ടിയുള്ള ഒരു പണിയാണ്. അലി റളിയല്ലാഹു തആല പറഞ്ഞു, ഈ പല്ലുവേദനക്കാരായ ആളുകൾ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞാൽ അവന് പല്ലുവേദന ഉണ്ടാകൂല. ആ വിശ്വാസം നമ്മൾ ചെയ്യാം. അലി അള്ളാഹുവല്ലേ പറഞ്ഞൊന്ന്, പിന്നെ നമുക്ക് എന്താ ചെയ്യുന്നതിന് അല്ലേ? നമ്മളങ്ങനെ ചെയ്തു നോക്കുക. അപ്പൊ അത് ചെയ്യാൻ നമ്മൾ നേരത്തെ തീരുമാനിച്ചു. അപ്പൊ അതുകൊണ്ട് ഉണ്ടാകുന്ന വെച്ചാൽ പല്ലുവേദന ഉണ്ടാകൂല എന്നാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞാൽ അവർക്ക് പല്ലുവേദന ഉണ്ടാകൂല. പല്ലുള്ളവർക്കാ പല്ലുവേദന ഉണ്ടാകാന്ന് ഒരാൾ പറയുന്നുണ്ട്. ഏതാവട്ടെ. അപ്പൊ ഈ പല്ലുവേദന ഉണ്ടാകൂല. പിന്നെ ഒരു മെച്ചം കൂടെ ഉണ്ട് കേട്ടോ. പല്ലുവേദന മാത്രമല്ല, അയാൾക്ക് ചെവിക്കുത്തും ഉണ്ടാകൂല. അത്രേ അതിലെന്താണ് പറയാ, ചെവി വേദന ഉണ്ടാകൂല. പല്ലുവേദന ഉണ്ടായാൽ പറയും എല്ലാ വേദനയും സഹിക്കും, പക്ഷേ പല്ലുവേദന സഹിക്കാൻ കഴിയില്ല. ചെവി വേദന ഉണ്ടായ എന്താ പറയാ, ഒക്കെ സഹിക്കാം, പക്ഷെ ചെവി വേദന അത് സഹിക്കാൻ കഴിയൂലട്ടോ എന്ന് പറയും. ഏത് വേദന അങ്ങനെ തന്നെ ഉണ്ടാകുന്ന സമയത്ത് പറയും അതല്ല മറ്റൊന്നും ഉണ്ടാ കുഴപ്പമില്ലായിരുന്നു. ഓരോന്നിനെ കുറിച്ച് അങ്ങനെ പറയാം, അത് സഹിക്കാൻ കഴിയൂല എന്ന് പറയും. അതൊക്കെ വെറുതെ. ഏത് വേദന വന്നാലും സഹിക്കാൻ പ്രയാസ, പക്ഷെ അവിടെ സഹിക്കുക തന്നെ, ക്ഷമിക്കുക തന്നെ. ഇതൊക്കെ ക്ഷമിച്ചാൽ കൂലിയുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇങ്ങനത്തെ പൊടിക്കൈകളൊക്കെ പഠിച്ചേക്ക. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നോട് പറയുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ എന്നോട് പറയുക. പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്താൽ നമുക്ക് വലിയ ഗുണം. ഇനി നോക്ക്, അപ്പൊ അലി റളിയല്ലാഹു പറഞ്ഞത് നമ്മൾ മറന്നുകൊണ്ട, പല്ലുവേദന ഉണ്ടാവൂല, ചെവിക്കുത്തുണ്ടാവൂല. അതെവിടെ ഉള്ളത്? അത് തൊബറാനിമാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ബുഖാരിമാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുൽ മുഫ്രദിൽ ബുഖാരിമാൻ പറയുന്നുണ്ട് ആ വിഷയം. പിന്നെ അത് മുസന്നഫിൽ അബീ ശൈബ റളിയല്ലാഹു പറയുന്നുണ്ട്, അഹമ്മദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഒരുപാട് ഇമാമുകൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനെന്താ പറയുമോ, ഇബ്നു ഹജർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഈ ഹദീസ് ഉണ്ടല്ലോ, ഇത് ഹദീസ് മൗഖൂഫാണ്. ഇതെല്ലാം ഹദീസ് റിപ്പോർട്ടർമാരൊക്കെ വിശ്വാസയോഗ്യരാണെന്ന് അർത്ഥം. ഇത് തള്ളന്റെ ഹദീസ് അല്ല, ഇതൊന്നും സ്വയം നിർമ്മിച്ച ഹദീസ് അല്ല. അങ്ങനെ ചിലർക്ക് അഭിപ്രായമുണ്ട്, അങ്ങനെ ഇല്ല. അപ്പൊ ഇത് പിന്നെ മർഫൂആയ ഹദീസിന്റെ അതേ പവറുള്ള ഹദീസാണ്, യാതൊരു സംശയവും വേണ്ട എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു പറയുന്നുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല. അപ്പൊ അതുകൊണ്ട് തന്നെ തള്ളന്റെ ഹദീസ് ഒന്നുമല്ല. അപ്പൊ ഇത് വിശ്വസിച്ച് നമ്മൾ ചെയ്യാം. അല്ലാഹു പറഞ്ഞതാണ്, നമ്മളൊക്കെ അങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ അല്ലാഹു പറഞ്ഞ വേറെ ഹദീസ് ഉണ്ട് കേട്ടോ. എങ്ങനെയാണെന്നറിയോ, ഒരാള് തുമ്മി ഉടൻ തന്നെ അവന് ഹംദ് ചൊല്ലി, പറഞ്ഞ മോളിലെ ഹംദ് ചൊല്ലി. എന്നാൽ അവന് നേരത്തെ പറഞ്ഞു പല്ലുവേദന ഉണ്ടാകൂല എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ഇത് ചെവിക്കുത്തുണ്ടാകൂല എന്ന് പറഞ്ഞു. വീണ്ടും പറഞ്ഞൊരു ഹദീസ് കാണാൻ അവന് വയറുവേദന ഉണ്ടാകൂല. വയറുവേദന ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ വയറുവേദന മാറാനും
അതേപോലത്തെ ചെവിക്കുത്ത് മാറാനും പല്ലുവേദന മാറാനും ഇതിനൊക്കെ പറ്റിയ നല്ലൊരു പോംവഴിയാണ് ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ എന്ന് പറയുക. ഇതങ്ങോട്ട് ചെയ്താൽ മതി, ഇതെല്ലാം മാറിക്കിട്ടും. അപ്പൊ ഡോക്ടർമാർക്ക് ഒരുപാട് രോഗിയെ കുറഞ്ഞു കിട്ടും. നമുക്ക് രോഗവും കുറഞ്ഞിട്ടല്ലോ അല്ലെ? ഡോക്ടർമാർക്ക് എന്നെ പൈസ കൊടുക്കണമല്ലോ. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു മേഖല ഇന്ന് ഈ ആയുർവേദിക്കാണ് അല്ലെ? ആയുർവേദ മേഖല. ഇന്ന് ചെറിയ 3 രൂപേന്റെ ഇഞ്ചക്ഷന്റെ മരുന്നിന് ചെന്നാൽ 3000 രൂപ എടുക്കുന്നത് ചില മരുന്നിന്. അങ്ങനെ കാരണം അത്രയും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് പണം വിഴുങ്ങാൻ പറ്റിയ നല്ലൊരു മേഖലയാണ് ഈ മെഡിക്കൽസ് മേഖല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വെറുതെ കാശ് കൊടുക്കേണ്ട. നമ്മൾ ഇസ്ലാം കൽപ്പിച്ച കാര്യങ്ങൾ അത് ചെയ്യുമ്പോ അതോടെ എല്ലാം ശരിയോ. മരുന്ന് വേണ്ടാന്നോ ഡോക്ടറെ കാണിക്കേണ്ടെന്നോ അല്ല, അതൊരു വിധിയാണ്. ഡോക്ടറെ കാണിക്കുന്നത് വേണ്ടതാണ്, ഡോക്ടറെ കാണിക്കേണ്ടെന്നല്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ കുറെയൊക്കെ നമ്മൾ ഒറ്റമൂലികൾ കുറെ നമ്മൾ ചെയ്യുക. എന്നിട്ട് ഫലം കാണുന്നില്ലെങ്കിൽ നമ്മൾ ഡോക്ടർമാരെ കാണിച്ച് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ചോ. നല്ലതെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ ഒരുപാട് തെളിവുകളാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായിരുന്നാലും ഇനി ഇൻഷാ അല്ലാഹ് പറയാം. ഒരാൾ ചോദിക്കുന്നത് നമസ്കാരമല്ല കേട്ടോ, നിസ്കാരാണ്. നിസ്കാരത്തിൽ തുമ്മിയാൽ കൂട്ടുവായിട്ടാലൊക്കെ എന്ത് ചെയ്യണം ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പറയാം. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ തന്നെ അത് വരും. ഇനി 1/2 മണിക്കൂർ സമയമുണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് ഇൻഷാ അല്ലാഹ് പറയാം. നിങ്ങൾ PM അവിടെ തന്നെ കിടക്കട്ടെ, ഞാൻ കളയുന്നില്ല. ഇനി അപ്പൊ എന്താ പറഞ്ഞ, ഇപ്പൊ വയറുവേദന ഇതുകൊണ്ട് ഉണ്ടാവൂല എന്നാ പറഞ്ഞ അല്ലെ? വയറുവേദന ഉണ്ടാകൂല. ഇനി അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഇബ്നു റളിയല്ലാഹു തആലയുടെ മുമ്പിൽ ഒരാൾ അങ്ങോട്ട് തുമ്മിയപ്പോ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു എന്ത് പറഞ്ഞു അറിയോ? ഞാനും പറയുന്നു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂൽ കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ചൊല്ലി ഞാനും ചെയ്യുന്നു. കാരണം അവിടെ എന്താ, അയാൾ തുമ്മിയപ്പോൾ എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്നാ. അപ്പൊ തിരിച്ചു ഇബ്നു ഉമർ റളിയല്ലാഹു എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തു, ഇങ്ങനല്ല തുമ്മിയാ ചെല്ലേണ്ടത്. എങ്ങനെയാ? റസൂല പഠിപ്പിച്ചെന്നത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയാനാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ പറഞ്ഞോ? അപ്പൊ ഞാൻ എന്ത് പറയും? അങ്ങനെ അയാൾ പറഞ്ഞാൽ യർഹമുക്കല്ലാഹ് എന്ന് പറയും. അപ്പൊ നിങ്ങളോ യഹ്ദിക്കുമുല്ലാഹു വസ്ലിഹ് ബാരിക് എന്ന് പറയും. അപ്പൊ മറ്റാൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആമീൻ പറഞ്ഞോളി. അപ്പൊ ഇതാണ് അവിടെ വേണ്ടത്. ഓരോന്നിനും കണക്കുണ്ട്. അപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണെന്നറിയോ, ഈ പള്ളിയിലൊക്കെ ചെന്ന് ഇഷാമാരിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ ഹദ്ദാ ചെന്ന് നിങ്ങൾ 2 ഖുർആൻ ഓതിക്കൂടെ നിൽക്കും. അപ്പൊ കേൾക്കുന്ന ചില അല്പബുദ്ധികളായ ആളുകൾ ചിന്തിക്കും, ശരിയല്ലേ, ഖുർആൻ അല്ല അവിടെ വേണ്ടി, ഹദ്ദാദാ വേണ്ടി എന്ന് ചോദിക്കുക. അതല്ല, അവിടെ ഹദ്ദാദ് തന്നെ വേണ്ടി. അവിടെ ഓരോന്നിനും കണക്കുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞെന്താ, പിന്നെ വൈത്തബി ഗൈറ സബീൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗ്ഗം അല്ലാത്തതിനെ പിൻപറ്റിയാലോ നരകത്തിലാന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളുടെ മാർഗ്ഗം എന്താ? ഹദ്ദാദ് തന്നെ. അവിടെ അപ്പൊ ഹദ്ദാദ് തന്നെ വേണ്ടി. ചില മുജാഹിദ് സ്ഥാനക്കാരൊക്കെ വന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്, അവിടെ ഹദ്ദാദ് അല്ല, നമ്മൾ ഖുർആൻ ഓതിയാ പോരെ, അതിനല്ലേ കൂടുതൽ കൂലിയിട്ട്. പ്രത്യേകിച്ച് അതൊക്കെ വരിക അവർക്ക് ഹാലുകൾ എപ്പോഴാന്ന് അറിയാം? റമദാൻ മാസത്തിൽ ഇങ്ങനെ പള്ളിയിൽ വന്നിട്ട് അവിടെ ഇശാസ്കരിക്കുന്ന മുമ്പോ ഇശാ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മിക്ക സ്ഥലത്തും ഹദ്ദാദ് തുടങ്ങുമ്പോൾ ഇപ്പുറത്ത് വീട് തുടങ്ങും. ഹദ്ദാദ് ആ ചെല്ലുന്ന നേരം കൊണ്ട് ഹദ്ദാദ് ഇങ്ങനെ ഒരു ജുസു ഒതിയിരുന്നെങ്കിൽ, ഒരു ജുസ അങ്ങോട്ട് തീർത്തിനെങ്കിൽ, ഈ റമദാൻ 2 ഖത്തം തീർത്തൂടായിരുന്നോ? ഇവരങ്ങോട്ട് പറയുക. അവിടെ അതല്ല, ഓരോന്നിനും കണക്കുണ്ട്. അവിടെ വേണ്ട ഹദ്ദാദ് തന്നെ. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത്, ഇവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. ഇവിടെ എന്താ വേണ്ടത്? ഇവിടെ അസ്സലാത്തു വസ്സലാം സലാമല്ല, റസൂലുള്ളാഹിന്റെ പേരോ സലാമൊക്കെ വേണം. അത് വേണ്ടത് തന്നെ. അത് വേറെ ദിക്റാണ്. രണ്ടും 2 വിഷയമാണ്. ഇവിടെ തുമ്മിയ റസൂലുള്ള പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? അതെ, ഇവിടെ തുമ്മിയ റസൂലുള്ള പഠിപ്പിച്ച അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ വേണ്ടിയാണ്. അതെ, അവർക്ക് നമ്മുടെ സാഹിബ് ചോദിച്ചതുപോലെ ഈ ചായ കുടിക്കേണ്ട സമയം ചോറാൻ തിന്നൂലല്ലോ. ഇല്ല, ചായ കുടിക്കേണ്ടത് ചായ എന്നാ കുടിക്കുക, ചോറുന്നുമല്ലേ ചോറുന്ന. ഓരോന്നിനും കണക്കുണ്ട്. അപ്പോ അതെ, ന്യൂ ജനറേഷൻ നാളെ പറഞ്ഞ യോയോ മോഡലിലെ കുറെ ന്യൂ ജനറേഷന്മാരുണ്ട്. അപ്പൊ അവരിങ്ങനത്തെ ഒരുപാട് ആശയങ്ങൾ കൊണ്ട് നടക്കും. ഇതൊന്നും പിന്നാലെ നമ്മൾ പോകരുത്. നമുക്ക് ഒരുപാട് അടിത്തറകളുണ്ട്. മുസ്ലിമീങ്ങളുടെ ഒരു പാരമ്പര്യമുണ്ട്. സുന്ന ജമാഅത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പാരമ്പര്യമാണ്. അത് അവകാശപ്പെടാൻ സുന്നികൾക്ക് ഏറി വന്ന AP സുന്നികൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ. അതിന്റെ പരിപൂർണമായി അവകാശപ്പെടാൻ ഈ AP സുന്നിയക്ക് മാത്രമേ കഴിയുള്ളൂ. ലാ ശക്ക, ഒരു സംശയമില്ല. വേറൊരു കൂട്ടരും ആ അവകാശപ്പെടാൻ അർഹതയില്ല. ഒന്നല്ലെങ്കിൽ ഒന്നല്ല അവർ ബലഹീനന്മാരായ വിഷയത്തിൽ.
അത് വെറുതെ പറയാല്ലോ കേട്ടോ, അത് നമ്മൾക്ക് മനസ്സിലാക്കിയാൽ നമ്മൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കുന്ന വിഷയമാണ്. അപ്പൊ ഈ ഒരു പാരമ്പര്യം ഇതാണ്. അപ്പൊ ഇബ്രാഹിം അല്ലാഹുവിനോട് പഠിപ്പിച്ചെടുത്ത അതുകൊണ്ടാണ്. നിങ്ങളവിടെ സ്വലാത്തു സലാം അല്ല വേണ്ടത്, എന്താ വേണ്ടത്? ഇവിടെ അൽഹംദുലില്ലാഹ് പറയാനാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. അവിടെ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ പറഞ്ഞോ, ഇതാ പഠിപ്പിച്ച. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ പറഞ്ഞോ, ഇതാണ് ഇവിടെ വേണ്ടത്. സ്വലാത്തു സലാം അല്ല. രണ്ടും രണ്ട് ദിക്റാണ്. ഓരോ സ്ഥലത്തും പ്രത്യേകമായ ദിക്റുകളുണ്ട്. അപ്പൊ ആ പറഞ്ഞ സ്ഥലത്ത് അത് തന്നെയാണ് വേണ്ടത്. അപ്പൊ ഹംദിലേക്ക് സലാത്തും സലാം ചേർക്കുക എന്നുള്ളത് അത് മര്യാദയല്ലാന്നാ. ഇങ്ങനെ ചേർക്കരുത് എന്ന് ഫുതുഹാത്തുൽ ഇലാഹിയ്യയിലുണ്ട്. അപ്പൊ അങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല. അവിടെ എന്താ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ എന്നൊക്കെയാണ് അവിടെ ചേർക്കേണ്ടത്. അപ്പൊ ഓരോന്നിനും കണക്കുണ്ട്. ഇനി അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ആ അൽഹംദുലില്ലാഹ് പറയലിന്റെ വിധി എന്താണെന്നറിയോ? അവിടെ വിധി എന്താ? തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയാന്ന് പറഞ്ഞല്ലോ, അവിടെ വിധി എന്താണ്? അവിടെ വിധി സുന്നത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ പറയാണ് ഏറ്റവും ഉത്തമം. അതാ ഉത്തമമായ രൂപം, അതാണ് ഏറ്റവും ഉത്തമം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ എന്ന് പറയലാണ് എന്നൊക്കെ ഫത്ഹുൽ മുഈനിലും അദ്കാർ നബിയിലും ഒക്കെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നഹ്വിയ ഖൈദ അങ്ങനെ തന്നെ അല്ല, ഫിഖിയ മസ്അല അങ്ങനെയാണ്. ഇനി 30 ഏമ്പൊക്കെ ഇടുകയെന്നറിയില്ലേ, ഏന്നല്ലേ, അങ്ങനെ ചെയ്താലും അൽഹംദുലില്ലാഹ് പറയണമെന്നാ. നമ്മൾ തുമ്മിയാൽ മാത്രമേ പറയുള്ളൂ, അങ്ങനെയല്ല. അല്ലെങ്കിൽ തുമ്മി അല്ലെങ്കിൽ ഏമ്പക്കം വിട്ടു എന്നാലും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയണമെന്നാ. അപ്പോഴും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മെച്ചം എന്നറിയോ? അദ്ദേഹത്തിന് 70 രോഗങ്ങൾ അല്ലാഹു തആല ഉയർത്തിക്കളയുന്ന. ചെറിയ വിഷയമല്ല. ഒരാൾ തുമ്മിയുകയോ അല്ലെങ്കിൽ ഏമ്പക്കം വിടുകയോ ചെയ്തിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ 70 രോഗങ്ങൾ അല്ലാഹു തആല ഉയർത്തിക്കളയും. ഏറ്റവും ചെറുത് എന്താ പറയുക? ഈ 70 രോഗങ്ങളിൽ ഏറ്റവും ചെറിയ രോഗം അത് കുഷ്ഠരോഗ. ഏറ്റവും ചെറുതേ കുഷ്ഠരോഗാണ്. അപ്പൊ അവിടുന്ന് വലുത് മേലോട് ചിന്തിച്ചാൽ മനസ്സിലാക്കാലോ. 70 രോഗങ്ങൾ അല്ലാഹു തആല ഉയർത്തുന്നതിൽ ഏറ്റവും ചെറിയ രോഗമായി എണ്ണിയിട്ടുള്ളത് കുഷ്ഠരോഗമാണ്. അയാനത്തിന്റെ 4 193 പേജിൽ ആ വിഷയം പറയുന്നുണ്ട്. അപ്പൊ ഏറ്റവും ചെറുത് കുഷ്ഠമാണെങ്കിൽ വലുത് എത്രങ്ങാനും വലിയ വലിയ രോഗങ്ങളായിരുന്നു. ഓരോ ഇംഗ്ലീഷ് അക്ഷരം കൊണ്ടൊന്ന് രോഗങ്ങൾ വരിക അല്ലെ? ഓരോ ഇംഗ്ലീഷ് അക്ഷരം രോഗം എന്ന് പറയാൻ കിട്ടുന്നില്ല. എത്ര രോഗമുള്ളത് ഓരോ ദിവസവും ഇങ്ങനെ ഇംഗ്ലീഷിൽ ഓരോ അക്ഷരത്തിന് ഓരോ രോഗങ്ങൾ. ഇപ്പൊ ഓരോ അക്ഷരത്തിന് ഒരുപാട് രോഗങ്ങൾ. അത് എയും ബി, എക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത്. കാരണം രോഗത്തിന് പേരിടാനില്ല. കുറെ മൃഗങ്ങളെ പേരിട്ട് നോക്കി, കുറെ പക്ഷികളെ പേരിട്ട് നോക്കി, കുറെ പല ജാതിക പേരിട്ട് നോക്കി. ഇനി എന്ത് രോഗ വരികയെന്നറിയില്ല. അപ്പൊ ഇത്രയും രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ അതിൽ നിന്ന് 70 രോഗങ്ങൾ നമുക്ക് ഒഴിവായി കിട്ടാൻ വേണ്ടി നല്ലൊരു വിഷയമല്ലേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ എന്ന് പറയാന്നുള്ളത്. അപ്പൊ എന്താ നിങ്ങളെ നമുക്കൊന്ന് പറഞ്ഞൂടെ? നമ്മളൊക്കെ കൂട്ടമായി ശ്രദ്ധിക്കുക അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. ഇനി നിസ്കാരത്തിൽ ഒരാൾ ചോദിച്ചാൽ അതവിടെ പറഞ്ഞിട്ട് മറന്നുപോയാലോ? അവിടെ മറന്നുപോയാൽ ബുദ്ധിമുട്ടാകല്ലോ. നിസ്കാരത്തിൽ ഒരാൾ തുമ്മിയാല് അയാള് പതുക്കെ ഹംദ് ചൊല്ലണം. ഫത്തുമയിലൊക്കെ അങ്ങനെയാണുള്ളത്. പതുക്കെയാണ് ഹംദ് ചൊല്ലേണ്ടത്. ലസ് അങ്ങനെയല്ലേ? ഫത്തുമ നിസ്കാരത്തിൽ തുമ്മിയാൽ പതുക്കെ ഹംദ് ചൊല്ലാന്നല്ലേ? മനസ്സ് ചൊല്ലിയാൽ മതി അല്ലെ? മനസ്സ് ശരീരം കേൾക്കുന്ന രൂപത്തിൽ മനസ്സ് ചൊല്ല അല്ലേ? അപ്പൊ അങ്ങനെ തന്നെ. അപ്പൊ മനസ്സിൽ ചെല്ലുക, വളരെ ഓവറായിട്ട് ചെല്ലണ്ട, ഒച്ചത്തിൽ ചെല്ലണ്ട, മനസ്സിൽ ചെല്ലലാണ് ഏറ്റവും നല്ലത്. പതുക്കെ ചെല്ലുക. ഇനി അഥവാ വളരെ കുറച്ചിട്ട് പതുക്കെ ചെല്ലുക. നമ്മുടെ അടുത്ത് ഒരു സഖാഫി ഉസ്താദ് ഉണ്ട്, അദ്ദേഹത്തോടെ ഞാൻ ചോദിച്ച് സംശയങ്ങൾ അങ്ങനെയുള്ള മുഷാവർ നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ സഖാഫി ഉസ്താദ് നമ്മളെ അടുത്ത് റൂമിൽ തന്നെ ഉണ്ട്, നമ്മളെ കൂടെ ഉള്ള ആളാണ്. അപ്പൊ ഉസ്താദിനോട് സംശയം ചോദിച്ചാണ്. ഒരാളുടെ ചോദ്യം, ഉസ്താദെ ആരോടാണ് സംശയം ചോദിച്ചത്? അപ്പൊ അതിന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഏതായിരുന്നാലും ഹംദ് നമ്മൾ എന്ത് ചെയ്യാം? പതുക്കെ ചൊല്ലിയാൽ മതി നിസ്കാരത്തിലാണെങ്കിൽ. ഇനി അവിടെ പതുക്കെ ചെല്ലുമ്പോ നമ്മൾ ഫാത്തിഹ ഓതുന്ന സമയത്താണ് ഹംദ് ചെല്ലെങ്കിൽ മുവാലാത്ത് അവിടെ മുറിഞ്ഞു കിട്ടും. അപ്പൊ ഇതിന്റെ ഫാത്തിഹ ആദ്യം മുതൽ ചൊല്ലേണ്ടി വരും. അത് മനസ്സിലാക്കണം. ഫാത്തിഹ എന്ത് ചെയ്യണം? മുവാലാത്ത് മുറിയും. ഫാത്തിഹയുടെ ഇടയിൽ
ഫാത്തിയ നിസ്കാരത്തിൽ പെടാത്ത കൊണ്ടുവരാൻ പാടില്ല എന്നല്ല, കൊണ്ടുവന്നാൽ ഫാത്തിയ ഇടയ്ക്ക് വെച്ച് മുറിയും. അപ്പൊ ആദ്യം മുതൽ വീണ്ടും ഫാത്തിയ ഓതണം എന്നുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയത്ത് ഈ ഫാത്തിയയിൽ പെട്ട ആമീൻ പറഞ്ഞ വിഷയമൊന്നുമില്ല. ഇമാമ് വലല്ലാലി എന്ന് പറഞ്ഞു, നമ്മൾ അതേ സമയത്ത് ഇവിടെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഒക്കെയാണ്. അപ്പൊ ഇമാമിന്റെ ഫാത്തിയക്ക് ആമീൻ പറയാൻ മഅ്മൂമിന് അവിടെ സുന്നത്ത വലിയൊരു സുന്നത്താണല്ലോ. അപ്പൊ അവിടെ ആമീൻ എന്ന് മഅ്മൂം പറഞ്ഞപ്പോ ഈ ഫാത്തിയന്റെ ഇടയിൽ വന്നുപോയാൽ അതിന് കുഴപ്പങ്ങളൊന്നുമില്ല, അതൊക്കെ ചെയ്യാം. അതേപോലെ നിസ്കാരത്തിൽ പെടാത്ത ഇതുപോലത്തെ തുമ്മിയവൻ അൽഹംദുലില്ലാ പറയുന്നത് പോലത്തെ വിഷയങ്ങൾ വന്നാൽ മുവാലാത്ത് മുറിയും, തുടക്കം മുതൽ കൊണ്ടുവന്നാൽ മതി. അതേ സമയത്ത് ഇങ്ങനെ തുമ്മിക്കഴിഞ്ഞാൽ ഇവൻ അൽഹംദുലില്ലാ എന്ന് പറയുകയാണ് വേണ്ടത്. ഇനി അവിടെ കേട്ട് വേറെ വിഷയം പറഞ്ഞു, അവിടെ കേട്ട ഒരാൾ ഉറക്കെ പറഞ്ഞു വിചാരിക്കുക, അൽഹംദുലില്ലാ എന്ന് ഉറക്കെ പറഞ്ഞു. പറയുമ്പം ഈ വേക്കിലുള്ള ഒരുത്തൻ കേട്ടാൽ നമ്മൾ മുമ്പ് പഠിച്ചല്ല, ഈ ക്ലാസ് കേട്ട ആളുകളേക്ക് ചിലപ്പോ അവന് യർഹമുക്കല്ലാ എന്ന് പറഞ്ഞു നിസ്കാരം ബാത്തിലായി പോകും. യർഹമുക്കല്ലാ എന്ന് പറഞ്ഞ നിസ്കാരം ബാത്തിലായി പോകും. അവിടെ ഓനെ പറയണം എങ്ങനെ അറിയോ? ഇനി പറയണമെങ്കിൽ യർഹമുഹുല്ലാ എന്ന് പറയാം. യർഹമുഹുല്ലാ, യർഹമുക്കല്ലാ എന്ന് പറയാം. അതായത് റസൂലുള്ളാഹി തങ്ങളല്ലാതെ വേറൊരാൾക്ക് നേരിട്ട് പറയാൻ പാടില്ല നിസ്കാരത്തിൽ. റസൂലുള്ളാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബി, നബിയെ അങ്ങേക്കുണ്ടാവട്ടെ, നേരെ അങ്ങോട്ട് ഒരാളെ കുറിച്ച് അത് പറയാം. നേരത്തെ മുമ്പ് ഒരാളോട് സംസാരിക്കാം, റസൂലുള്ളാഹിനോട് മാത്രം നിസ്കാരത്തിൽ. അല്ലാത്ത ഒരു വ്യക്തിയോട് നേരിട്ട് പറയാൻ പാടില്ല. അപ്പൊ യർഹമുക്കല്ലാ, അല്ലാതെ നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് അവിടെ പറയാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? യർഹമുഹുല്ലാ, അവന് റബ്ബേ എന്ന് റഹ്മത്ത് എന്ന് ഹൂ കൊണ്ടുപയോഗിക്കാം. പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ? യർഹമുക്ക എന്ന് ക ഉപയോഗിക്കരുത്. കേട്ട അൽഹംദുലില്ലാ പറഞ്ഞ് കേട്ടാളേ യർഹമുക്ക ഉപയോഗിക്കരുത്, അവിടെ യർഹമുഹു എന്ന് ഉദ്ദേശിച്ച് പറയാം. അപ്പൊ അർത്ഥ വ്യത്യാസമുണ്ട്. അള്ളാഹുവെ അവനെ നീ ചെയ്യുന്ന, അള്ളാഹുവിനോടാണ് തൊട്ട്. ഈ റഹമുക്കല്ല, അള്ളാഹു നിനക്ക് ചെയ്യട്ടെ എന്നാണ്. രണ്ടും അർത്ഥ വ്യത്യാസമുണ്ട്. അപ്പൊ നിനക്ക് എന്ന രൂപത്തിൽ റസൂലുള്ളാഹിനോട് മാത്രമേ പറയാൻ പാടുള്ളൂ. അസ്സലാമു അലൈക നബിയെ അങ്ങേക്ക് അള്ളാഹിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് അത്തഹിയ്യാത്ത് അസ്സലാമു അലൈക എന്ന് പറയും. അവിടെ റസൂലുള്ളാഹിനെ ഓർക്കുകയും വേണമെന്നാ. റസൂലുള്ളാഹിനെ ഓർത്താൽ ഒക്കെ നല്ലത്, കഴുതയെ ഓർക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ കുറെ വിഡ്ഢി കൂഷ്മാണ്ഡങ്ങളുണ്ട്. അവർക്ക് പേരാണ് എന്ത്? തബ്ലീഗ് സം എന്ന് പറയും. തബ്ലീഗാരെ അവര് എഴുതിയിട്ടുണ്ട്, കഴുതയൊക്കെ ഓർക്കലാണ് അതിനേക്കാൾ നല്ലത്. എന്നിട്ട് ഇത്തരം ആളുകൾ വലിയ തസ്ബീഹ് മാലയും തൊപ്പിയൊക്കെ ആയിട്ട് വരുമ്പോ നമ്മളെ കുറെ പാവപ്പെട്ട ആളുകൾ അതിന് പിന്നാലെ ഇവരാണ് വലുത്, ഇതുവരെ പള്ളിയിൽ വയൽ കയറാൻ വലിയ പറ്റ മോശം, പെട്ടെന്ന് സുപ്രാത് വലിയ തസ്ബീഹ് മാലയും ഒക്കെ വന്ന് നിസ്കാരത്തിലേക്ക് ആളെ ക്ഷണിക്കുന്ന ഇവരാണ് ഏറ്റവും ബെറ്റർ എന്ന് തെറ്റിദ്ധരിച്ച കുറെ സാധുക്കളുണ്ട്. അവർ മനസ്സിലാക്കണം, ഇവിടെ ഇതുവരെ ജീവിച്ച ഉസ്താദ് എന്നാ ബെറ്റർ, ഇന്ന് പെയ്ത മഴയിൽ മുളച്ച ഈ കൂണ് പോലത്തെ ഇവരും ഈ പുല്ലുകളല്ല മെയിൻ ബെറ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതനുസരിച്ച് ജീവിതം ധന്യമാക്കുക. അല്ലാഹു തആല നമുക്ക് ഈ രൂപത്തിലുള്ള എല്ലാ പിശാചുകളിൽ നിന്നും കാവൽ നൽകുമാറാവട്ടെ. എപ്പോഴും ദുആ ചെയ്യണം. നമ്മുടെ കുടുംബത്തിൽ ഒറ്റ ഒന്നും സുന്നത്ത് ജമാഅത്തിലല്ലാത്തുണ്ടാവരുത്. അതിനാണ് നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ടത്. കാരണം നമ്മളൊരു പാരമ്പര്യം, നമ്മൾ ഈ പരമ്പര ഇത് നമ്മളോട് അവസാനിക്കാൻ പാടില്ല. ശേഷം അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. അല്ലാഹു തആല നമുക്കൊക്കെ അതിൽ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, തുമ്മിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കേട്ടോ, നിസ്കാരത്തിൽ തുമ്മിയാൽ അവിടെ അൽഹംദുലില്ലാ പറയാ, അത് പതുക്കെ പറയുക. ഇനി അൽഹംദുലില്ലാ പറഞ്ഞു വരുത്തം കേട്ടാൽ യർഹമുക്കല്ലാ വേണ്ട, യർഹമുഹുല്ലാ മതി. അവിടെ നിർത്തിയാൽ അങ്ങോട്ട് പിന്നെ വേണ്ട, തൽക്കാലം അവിടെ മതി. ഈ ഇമാമിന്റെ ഫാത്തിയ കഴിഞ്ഞിട്ടല്ലേ മാമൂം ഫാത്തിയ ഓതാൻ പറ്റൂ. അങ്ങനെ പറ്റൂ എന്നൊന്നുമില്ല. അങ്ങനെ ഓതല് സുന്നത്താണ് അല്ലെ, സമയം ഉണ്ടെങ്കിൽ. സമയം ഇല്ലെങ്കിലോ ഈ ഇമാമിന്റെ ഫാത്തിയ കൂടി തന്നെ ഓതുകയും ചെയ്യാം. അതെ, കാരണം ഫാത്തിയ അവിടെ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അതേസമയത്ത് ഇത് ഒതുക്ക ഒന്നേലാട്ടോ ഈ പറഞ്ഞത്, ഒതുക്ക ഒന്നേലാ ശ്രദ്ധിക്കണം. പതുക്കെ ഒന്നേ സമയം കിട്ടൂല. പതുക്കെ ഒന്നേല് നമുക്ക് ഇമാമ് ഫാത്തിയ ഓതും കഴിഞ്ഞാൽ തന്നെ ഇമാം റുക്കിലേക്ക് പോയി നമുക്ക് ഫാത്തിയ തുടങ്ങാൻ വേണ്ടി സമയം കിട്ടൂല. ഇത് സൂറത്ത് ഓതാൻ നിൽക്കുന്ന സമയം കൂടെ നമുക്ക് ഫാത്തിയ ഓതാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് മറ്റേ പതുക്കെ ഒന്നേൽ നമ്മളും വേഗം ഫാത്തിയ ഓതി തീർക്കാനാണ് വേണ്ടത്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഫിഖ്ഹ മസാല നമുക്ക് ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. അതിന് നമ്മുടെ അബുറയ്യാൻ ഉസ്താദ് അതിനു വേണ്ടി മാത്രം നമ്മൾ ഒഴിഞ്ഞു വെച്ച, അല്ലെങ്കിൽ അല്ലാഹു തആല നമുക്ക് ആയി തന്ന ഒരു മുത്താണെന്ന് നമുക്ക് പറയാം. കാരണം അങ്ങനെയാണ് നമ്മൾ അതിനു വേണ്ടി പിന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഉസ്താദുമായി ബന്ധപ്പെട്ട് ഇത് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇനി ഈ ചോദിച്ചൊരു ഉത്തരം പറഞ്ഞത് മാത്രം. ഏതായിരുന്നാലും പിന്നെ അബുറയ്യാൻ ഉസ്താദിന്റെ ഉമ്മക്ക് അല്ലെ സുഖമില്ല എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അബുറയ്യാൻ ഉസ്താദിന്റെ ഇവിടെ റൂമിൽ പണ്ടോ ഉമ്മക്ക് സുഖമില്ല എന്നുള്ള അറിഞ്ഞിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മക്ക് നല്ല പിന്നെ ജീവിതം ഹൈറാണെങ്കിൽ അല്ലാഹു തആല നല്ല ആരോഗ്യമുള്ള ജീവിതം കൊടുക്കുമാറാവട്ടെ. മരണമാണ് ഹൈറെങ്കിൽ കാമിലായി ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല നൽകുമാറാവട്ടെ.
നമ്മൾ ദുആയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഉസ്താദാണ് എന്ന് ഞാൻ പറയാൻ തന്നെ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഏതോ ആവട്ടെ, നമ്മൾ എന്റെ വിഷയത്തിലേക്ക് തന്നെ കിടക്കുന്നു. ആകെ 10 മിനിറ്റ് സമയമേ അതുകൊണ്ട് എന്റെ വിഷയത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മളെ ഖലീൽ നീരോലി നേരത്തെ കൈ പൊക്കി നിന്നല്ലോ, ലൈവ് എന്ന പരിപാടിയാണോ ഖലീൽ കവല്ല? ലൈവ് ആണോ? അങ്ങനെ ഏതോ ലൈവ്, എനിക്കറിയില്ല. അങ്ങനെ ലൈവ് എന്തുണ്ടെങ്കിലൊന്നും വിളിച്ച് പറയണം കേട്ടോ, അറിയാത്തതുകൊണ്ടാണ്. ലൈവ് അല്ല അല്ലേ? ഞാൻ ഈ നേരത്തെ പൊക്കി എന്നപ്പോ ചോദിക്കാൻ മറന്നിരുന്നു. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? നിസ്കാരത്തിന്റെ വിഷയമാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ? അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഇവിടെ ഇയാനത്ത് പറയുന്നുണ്ട്, ശരീരം കേൾക്കുന്ന രൂപത്തിൽ ഹംദിന്റെ ആശയം മനസ്സിൽ ഇങ്ങനെ ഓർത്താൽ മതി, നാവ് കൊണ്ട് മൊഴിയണ്ട. ഇതിനെ കൂലി കിട്ടുന്ന ഇയാനത്തിന്റെ 4-ാം വാള്യത്തിൽ പറയുന്നുണ്ട്. നേരത്തെ ഉസ്താദ് പറഞ്ഞതേ മറുപടി തന്നെ, നമ്മൾ ഉറക്കെ പറയണമെന്നില്ല, മനസ്സിൽ അങ്ങോട്ട് ആ അക്ഷരങ്ങൾ വരുന്ന രൂപത്തിൽ മനസ്സിൽ അങ്ങോട്ട്, അല്ലെങ്കിൽ ശരീരം കേൾക്കുന്ന രൂപത്തിൽ അതിന്റെ ആശയം മനസ്സിലായിട്ട് ഉൾക്കൊണ്ടാൽ മതി. എന്നാൽ അതിന് ഇതിന്റെ കൂലി കിട്ടും. മൊഴിഞ്ഞാലാണല്ലോ ഫാത്തിഹന്റെ മുവാലാത്ത് നഷ്ടപ്പെടുന്നത്. മൊഴിഞ്ഞില്ലെങ്കിൽ ഫാത്തിഹന്റെ മുവാലാത്ത് നഷ്ടപ്പെടുന്നുമില്ല. അപ്പൊ ആ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. ഇവിടെ 4-ാം വാള്യം 193-ാമത്തെ പേജിലുണ്ട്. ഇനി ഭാര്യ ഭർത്ത ബന്ധത്തിനിടയിലാണ് ഒരാൾക്ക് തുമ്മൽ വന്നെങ്കിലോ? അങ്ങനെയും വരാതെ തുമ്മലിന് പ്രത്യേക ടൈമൊന്നുമില്ല, പറഞ്ഞിട്ടൊന്നല്ലല്ലോ വരിക, മൂപ്പർ എപ്പോഴും കയറി വരും. അപ്പൊ ഇങ്ങനെ തുമ്മൽ വന്ന ഭാര്യയുമായിട്ടുള്ള ബന്ധപ്പെടുന്ന സമയത്താണെങ്കിൽ ഇവിടെയും എന്ത് ചെയ്യാൻ മതി? മനസ്സിൽ ചെയ്താൽ മതി, നാവുകൊണ്ട് പറയേണ്ടത് ഫത്തുൽ മുഈനിലുണ്ട്. മനസ്സിൽ മതി, നാവുകൊണ്ട് പറയേണ്ട. അവിടെ മറ്റൊരു സംസാരത്തിന് പ്രസക്തി ഇല്ല, ഒന്നും സംസാരിക്കരുത്. അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ബന്ധപ്പെടുന്ന സമയത്ത് സംസാരത്തിൽ ഏർപ്പെട്ടാൽ കുട്ടികൾ 40 കാണാം, 40 വരും കുട്ടിക്ക്. അപ്പൊ അതുകൊണ്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഈ സംസാരിക്കാൻ പാടില്ല. ഇല്ല, അതിന്റെ ദിക്റൊക്കെ ചെല്ലാണ്ടല്ലോ, ബന്ധപ്പെടുന്ന സമയത്ത് ഒരു ദിക്റൊക്കെ ചെല്ലാണ്ടല്ലോ. അല്ലാഹുമ്മ എന്തായാലും അതിന്റെ ദിക്റുണ്ടല്ലോ, ആർക്കും അറിയില്ലേ? അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താന അടച്ചാണ്. അപ്പൊ ജന്നിബി ശൈത്താന മറസക്കത്തുള്ള ആർക്കും അറിയില്ല, ആരും ഒന്നും ഉണ്ടില്ല. അങ്ങനെയൊക്കെ ദിക്റൊക്കെ ഉണ്ട്, അതൊക്കെ ചെല്ലണം. അതന്നെ, ആ ദിക്റ് തന്നെ, ആ ദിക്റൊക്കെ ചെല്ലണം. ആ ചെല്ലിയില്ലെങ്കിൽ കുട്ടിക്ക് മോശം വരും. അതാണ് പലപ്പോഴും ചില പ്രായം ചെന്ന ആളുകൾ വരെ അത് വിസ്മിന്റെ കുറവാന്ന് അറിയും. കുട്ടി മോശമായി കളിച്ചാലേ അത് ബിസ്മിന്റെ കുറവാന്ന് പറയും. അത് അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഏതായാലും ബിസ്മിയൊക്കെ അവിടെ ചെല്ലണം. ബിസ്മിയൊക്കെ ചൊല്ലി തുടങ്ങി, അതൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് വേണ്ടത്, തുടങ്ങി കഴിഞ്ഞിട്ടല്ല എന്ന വിഷയം കൂടി ഇതിന് ഇടയ്ക്ക് വെച്ചൊന്ന് പറഞ്ഞാണ്. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ സമയത്തൊക്കെ നമ്മൾ മനസ്സിൽ, തുമ്മലൊക്കെ വന്നാൽ മനസ്സിൽ ചെയ്താൽ മതി, അല്ലാതെ നാവ് കൊണ്ട് ഈ വിഷയങ്ങളൊന്നും കൊണ്ടുവരണ്ട. പിന്നെ അതിനിടയ്ക്ക് ഒരു ചോദ്യം കൂടി വന്നിട്ട് അതുകൂടെ ഉത്തരം പറയാം. ഇനി ഫിഖിയ മസലയ്ക്ക് ഞാൻ കടന്നാൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞാൽ എന്റെ ക്ലാസ് ഇവിടെ ബാക്കി ഇപ്പോൾ. അതുകൊണ്ടാ എന്താണെന്നറിയോ, ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയാം. നമ്മുടെ സിദ്ദീഖ് അലി അല്ലേ, സിദ്ദീഖ് അലി ചോദിച്ച്, സിദ്ദീഖ് ഐദുർസ് മാഷാ അല്ലാഹ് ചോദിച്ചു. നല്ല ചോദ്യം കേട്ടോ. ഇമാമിന്റെ കൂടെ ആമീൻ പറയാൻ വേണ്ടിയിട്ട് ഫാത്തിഹ നിർത്തിയാൽ ബാക്കി ഓതിയാൽ മതിയോ? അത് മതി. കാരണം ഫാത്തിഹ അവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓതിയാൽ മതി. കാരണം ഫാത്തിഹ എന്തിൽ പെട്ടാണ്, അല്ല ഈ ആമീൻ എന്തിൽ പെട്ടാണ്? ഫാത്തിഹയിൽ പെട്ടതായതുകൊണ്ട്, അതായത് ഫാത്തിഹയുടെ നിസ്കാരത്തിൽപ്പെട്ട വിഷയമായതുകൊണ്ട് തറാവിയിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, സമയം അതിനകത്തല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ആമീൻ പറയാൻ വേണ്ടി നമ്മളവിടെ ഫാത്തിഹ അവിടെ പകുതിച്ച് നിർത്തുക, എവിടെയാണ് നമ്മൾ എത്തിയത് അവിടെ നിർത്തുക, എന്ന് ഇമാമിനോട് കൂടെ ആമീൻ പറയുക. ആമീൻ കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്താൽ മതി. കാരണം തറാവിലൊക്കെ പ്രത്യേകിച്ച് ചില ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞ ന്യൂ ജനറേഷന്റെ കുറെ ഇമാമുകളുണ്ട്. ഫാത്തിഹ തുടങ്ങുന്നത് കേൾക്കാം, പിന്നെ ആമീൻ പറയുന്നത് കേൾക്കുള്ളൂ. അത്രയും സ്പീഡിൽ ഇപ്പൊ വലിയ പിന്നെ എക്സ്പ്രസ് ഹൈവേ ഒക്കെ വന്നതുകൊണ്ട് അത്രയും സ്പീഡ് പോകുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ആ രൂപത്തില് വരുമ്പോ ഇതാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്കൊന്നും സമയം കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഇമാമിന് കൂടെ ആമീൻ ഫാത്തിഹ തുടങ്ങിയിട്ട് അവിടെ ആമീൻ പറയാൻ വേണ്ടി നമ്മൾ നിർത്തി വെച്ച്, നമ്മൾ അല്പം ബേക്കലായിരിക്കണം ഉണ്ടാവുക, ഇതെല്ലാം അവിടെ നിർത്തി വെച്ചിട്ട് നമുക്ക് ആമീൻ പറഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ മതി. പിന്നെ ഫാത്തിഹ തീർന്നാൽ പിന്നെ നമ്മൾ ആമീൻ നമ്മൾ പറയാമല്ലോ, അവിടെ സുന്നത്താണല്ലോ. ഏതൊരു ഫാത്തിഹയുടെയും പിന്നാലെ ആമീൻ പറയാൻ സുന്നത്താണ്. അപ്പൊ ആമീൻ നമുക്ക് പറയാവുന്നതാണ്. ഇനി ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല കേട്ടോ. ഈ ചോദിച്ചാൽ കുറെ അങ്ങ് നീണ്ടു പോകുന്നത് കൊണ്ടാണ്. എന്റെ വിചാരിച്ച സമയത്ത് ഒരു വിഷയം തുടങ്ങിയാൽ ആ വിഷയം അതിൽ തന്നെ തീർക്കണം എന്നുള്ളൊരു ചെറിയൊരു നിബന്ധന ഉള്ളത് കൊണ്ടാണ്. ഇനി 10 മിനിറ്റ് 14 മിനിറ്റ് ബാക്കിയുണ്ട്. എത്ര 10-14 മിനിറ്റ് ഉണ്ട് അല്ലേ?
അതിന്റെ ഇടയ്ക്ക് പറയേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി ഉണ്ട്, അതും പറഞ്ഞ് ഞാൻ നിർത്തും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പിന്നെ ഈ തുമ്മുന്നത് എന്തിനാണെന്നറിയോ? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുമ്മൽ വരുന്നത് എന്തിനാ? നിങ്ങൾ നോക്കി, ബസ്സും കാറും ലോറിയും ഒക്കെ പോകുമ്പോൾ പ്രത്യേക ഇടയ്ക്കുള്ള ഒരു ഗ്യാസ് ഒഴിവാക്കല് അല്ലേ? ഒരു ഗ്യാസായിട്ട് ഒഴിവാക്കും. അതെന്തിനാ ഗ്യാസ് ഒഴിവാക്കുന്നത്? അപ്പൊ അതിലുള്ള ഒരു ചെറിയ തിങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടില്ല. അതേപോലെ തന്നെ നമുക്കൊരു പ്രശ്നമുണ്ട്, തിങ്ങി നിൽക്കുന്ന ആ തിങ്ങി നിൽക്കുന്ന പ്രശ്നം ഒഴിവാക്കാൻ ഉദ്ദേശിച്ചു. നമ്മുടെ തലച്ചോറ് എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെങ്കിൽ ആ അഴുക്കുകൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തുമ്മലുണ്ടാകുന്നത്. അപ്പൊ അതിനെ പിടിച്ചു നിൽക്കരുത്. ആ അഴുക്കുകൾ പോകാൻ വേണ്ടി നല്ല രൂപത്തിൽ ഒന്നങ്ങ് തുമ്മുക. ചിലപ്പോ ജലദോഷം പിടിച്ച ആളാണെങ്കിൽ അതിന്റെ എല്ലാം അങ്ങോട്ട് അഴുക്കുകളൊക്കെ അങ്ങോട്ട് പോയിക്കോളും. നല്ലൊരു തുമ്മൽ, 2-3 തുമ്മൽ തുമ്മിയാൽ മതി. ഇവിടെയാണ് ചോദ്യം, മൂക്കുപൊടി വലിച്ച് തുമ്മിയാൽ അവിടെ അൽഹംദുലില്ലാ പറയണോ എന്ന് പണ്ടൊരു ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ? മൂക്കുപൊടി എന്താ വലിക്കല്? ആ തുമ്മല് നല്ല തുമ്മലുണ്ടാക്കിയിട്ട് ജലദോഷം അതിന്റെ കഫൊക്കെ പുറത്തു പോകാൻ വേണ്ടിയിട്ട്, ആ കഫങ്ങൾ മൊത്തം പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് ആ തുമ്മലുണ്ടാവുന്നത്. ആ തുമ്മൽ അങ്ങോട്ട് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയിട്ടാ. നല്ലൊരു ചോദ്യമാണ്. ഏത്? മൂക്കുപൊടി വലിച്ച് തുമ്മിയാൽ അൽഹംദുലില്ലാ ചൊല്ലണോ? അവിടെ ഉസ്താദ് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? വയറിളക്കിയാൽ അവിടെ കഴുകണോന്നാ ചോദിച്ചത്. നല്ലൊരു ചോദ്യാ. വാറ്റുന്ന് പോയാൽ എന്തായാലും നമ്മൾ കഴുകണ്ടേ? അതേസമയത്ത് വയറിളക്കാൻ മരുന്നൊടിച്ചിട്ട് പോവുകയാണെങ്കിലോ അത്ര മാത്രം മതി, ബാക്കി നമുക്ക് ചിന്തിച്ചാൽ മതി. കഴുകണോ കഴുകണ്ടേ? അതന്നെ അവിടെയും മറുപടി ഉള്ളത്. എങ്ങനെയായിരുന്നാലും തുമ്മണം. അവിടെ മറ്റേ മസാല ഉണ്ട്. ഒരാളൊരു പ്രാവശ്യം മൂപ്പര് അൽഹംദുലില്ലാ തുമ്മിയപ്പം എന്ത് ചെയ്തു? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ. നമ്മുടെ KMSന്റെ ക്ലാസ് കേട്ട ആളായിരുന്നു. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞു. അപ്പൊ ഇവന് യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. മറ്റോ യഹ്ദികുമുല്ലാഹു സുബ്ഹാനഹു. ഇവൻ ആമീൻ പറഞ്ഞു. ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതും തുമ്മി. സുബ്ഹാൻ, രണ്ടാമത്തും തുമ്മി. ഈ പറഞ്ഞൊക്കെ വീണ്ടും ആവർത്തിക്കണം. മൂന്നാമതും തുമ്മി. മൂന്നാമത് തുമ്മിയാൽ ഇതൊക്കെ ആവർത്തിക്കണം അല്ലേ? നാലാമതും തുമ്മിയാലോ? ഇവനിങ്ങനെ തുമ്മാനായിട്ട് ഇവനിങ്ങനെ പറയാനായിട്ട് ഇവന്റെ വേറെ പണിയൊന്നുമില്ലേ? ഇവൻ എന്താ ചൊല്ലേണ്ട? കിതാബ് കാണാം. അവിടെ അവനെടുത്തു ചെയ്യാ വേണ്ടത്. ഇവിടെ യർഹമുക്കല്ലാഹ് എന്ന് പറയാൻ പോണ്ട. 4-ാം പ്രാവശ്യം തുമ്മിയാൽ അവിടെ ഇവന് ഇഷ്ഫിയക്കല്ലാ, അല്ലാഹു ഷിഫ നൽകട്ടെ എന്ന് ദുആർക്കാ വേണ്ടത്. അവിടെ അതാ, വേറെ മാർഗമൊന്നുമില്ല. അവിടെ തുമ്മിയാൽ മൂന്നാമത് ചെയ്യാൻ പറ്റിയ മാർഗം, 4-ാമത് ചെയ്യാൻ പറ്റിയ വിഷയം അവൻ ദുആ ചെയ്യുക. എന്റെ രോഗം അല്ലാത്തൊരു ഷിഫയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക വേണ്ടത്. റസൂൽ പഠിപ്പിച്ച വിഷയം അതാണ്. അപ്പൊ അവിടെ പ്രാർത്ഥിക്കുക, അവിടെ ശ്രദ്ധിക്കുക. 3 പ്രാവശ്യം മതി. ഇനി ആണെന്ന് അങ്ങോട്ട് വേണ്ട. ഇനി PM വിട്ടാൽ ഞാൻ കാണൂലട്ടോ. കാരണം കുറെ PM വന്ന് നിറഞ്ഞു കിടന്നിട്ടുണ്ട്. ഇനി വരുന്ന PM ഒക്കെ അടിയിൽ അട്ടി ഇങ്ങനെ റേഷൻ കടയിൽ കാർഡ് വെക്കുന്ന മാതിരി മുകളിലെ കല്ലത് വരിക. ഇത് താഴോട്ടാണ് പോവുക. അപ്പൊ താഴെ നിന്ന് എടുക്കാൻ കഴിയില്ല. റേഷൻ കടയിൽ അങ്ങനെയാണല്ലോ. ഇപ്പൊ റേഷൻ കടയിൽ പോണ ആളുകളുണ്ടോ? അവർ നോക്കിയാൽ കണ്ട അവർ കാർഡ് മുകളിലോട്ട് വെക്കുന്ന അടിയിൽ വലിക്കുക ചെയ്യുക. ഇതങ്ങനല്ല. വരുന്ന താഴത്താ പോകുന്നത്. മുകളിൽ കാണുന്നില്ല. നേരത്തെ കാണുന്നതിനെ കാണുന്നുള്ളൂ. വന്നിട്ടുണ്ട്, ഞാൻ വേറെ അറിയുന്നുണ്ട്. പക്ഷെ അത് അടിയിലേക്കാണ് നോക്കാൻ സമയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തുമ്മുന്നത് അതിനു വേണ്ടിയാണ്. നമ്മൾ അഴുക്കുകൾ പോകാൻ വേണ്ടി. അപ്പൊ പിടിച്ചു വെക്കരുത്. നല്ലോണം അവിടെ പോയിക്കോട്ടെ, നല്ല രൂപത്തിൽ പോയിക്കോട്ടെ. നമുക്ക് ഏതൊരു കാര്യം ചിന്തിക്കാനുള്ള ശക്തിയുടെ ഉറവിടം എവിടെയാണ്? അത് നമ്മുടെ തലച്ചോറാണ്. ആ നല്ല തലച്ചോറ് നല്ല സുരക്ഷിതമായിരിക്കണം. ആ സുരക്ഷിതമായ തലച്ചോറുണ്ടെങ്കിലേ അവയങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് തുമ്മൽ അത് അനുഗ്രഹമാണ്. ഇത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഒരാൾക്ക് തുമ്മൽ വന്നിട്ടില്ല, തുമ്മൽ വരുന്നില്ലെങ്കിൽ അയാൾ തലച്ചോറിന് കേടുണ്ട് എന്നാ. തീരെ തുമ്മൽ വരുന്നില്ലെങ്കിൽ തലച്ചോറിൽ കേടൊന്ന് അങ്ങനെ കെട്ടി നിൽക്കുകയുള്ളൂ. പിന്നീട് അത് പഴുത്തൊലിച്ച് മൂക്കുകൂടൊക്കെ വലിയ ദശങ്ങളായി മൂക്ക് കൊയലിടുകയും പറ്റിയ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇവർക്ക് തുമ്മലിന്റെ അസുഖം കുറഞ്ഞോണ്ടാ, തുമ്മലില്ലാത്തതുകൊണ്ട്. അപ്പൊ തുമ്മൽ ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിലേക്ക് ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് തുമ്മൽ എന്ന് പറയാൻ കാരണം. അപ്പൊ അത് നല്ലൊരു അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളോട് എന്ത് പറഞ്ഞത്? ഹംദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. എല്ലാ കഴിവും റബ്ബിനാണല്ലോ. അപ്പൊ റബ്ബിന് കഴിവുള്ളത് കൊണ്ട് ആ റബ്ബാണ് നമുക്ക് തുമ്മൽ നൽകുന്നത്, നമ്മുടെ ആ തലച്ചോറിനെ വൃത്തിയാക്കി തന്നത്. ആ വൃത്തിയാക്കിയ റബ്ബിന് വേണ്ടി നമുക്കൊരു സ്തുതി കൊടുക്കണം. സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഇതാണ് അതിന്റെ മെയിൻ വിഷയം. തുമ്മിയാൽ സ്തുതിക്കുന്ന രഹസ്യം അതാണ്. അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ നമ്മളൊക്കെ റബ്ബ് നമുക്ക് വന്ന തുമ്മൽ, ആ റബ്ബ് നമുക്ക് വന്ന തുമ്മല്, ആ തുമ്മൽ എന്ത് ചെയ്യുക? നമ്മൾ സ്വാഗതം ചെയ്യുക, സ്വീകരിക്കുക. എന്നിട്ട് തുമ്മൽ വന്ന റബ്ബിന് അല്ലാഹുവിന് നല്ല സ്തുതിയായിട്ട് കൊടുക്കുക.
നല്ല സ്തുതി. റബ്ബേ ഇതാ ഞാൻ എല്ലാ സ്തുതിയും നിനക്കാം. കാരണം എനിക്ക് തുമ്മൽ വന്ന് എന്റെ തലച്ചോറിനെ വൃത്തിയാക്കിയ നീയാണ്, അതുകൊണ്ടാണ് നിനക്ക് തരുന്നത് എന്നാ. പിന്നെ ഇവര് പറയുന്നുണ്ടായിരുന്നു, ഡോക്ടർമാർ വൈദ്യന്മാര് പറയും തലച്ചോറ് നല്ല ശക്തി കിട്ടുന്നൊരു പരിപാടിയാണ് തുമ്മല് എന്ന്. തലച്ചോറിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് നല്ല ശക്തി കിട്ടുന്ന തുമ്മിയാലും അത് വലിയൊരു അനുഗ്രഹം തന്നെയാ അല്ലേ. നമുക്ക് എന്തിനും ഏതൊരു വിഷയത്തിനും ബുദ്ധി ഇല്ലാതെ നടക്കുവോ? അപ്പൊ ബുദ്ധി ഉണ്ടാവേണ്ട വിഷയം തന്നെയാണ്. അപ്പൊ ബുദ്ധി നന്നാവണ തുമ്മൽ ആവശ്യമാണ്. അപ്പൊ നല്ല തുമ്മിക്കോ, അത് പിടിച്ചു വെക്കാൻ നിൽക്കണ്ട. നമ്മളോ തുമ്മല് പിടിച്ചു വെക്കും. ആവി ഈ കൊട്ടുപാടുന്ന പരിപാടി അത് വലുതാക്കി പിടിച്ചു. അതല്ല, നേരെ ഓപ്പോസിറ്റിലാണ് വേണ്ടത്. ഇമാം ഇബ്നു ഹജറുല്ലാഹി പറയുന്നതായിട്ട് കാണാം തുഹ്ഫയിൽ. എന്താ പറഞ്ഞ, തുമ്മല് അതൊരു അസ്വസ്ഥ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ആ തുമ്മല് വരുമ്പോൾ പിടിച്ചു വെക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ മുഖത്തിന് കോട്ടൊക്കെ സംഭവിക്കും. മനസ്സിലായില്ലേ? അപ്പോ ആ കോട്ട കോടിപ്പോയാലൊക്കെ ബുദ്ധിമുട്ട്. അപ്പൊ പിടിച്ചു വെക്കരുത്. പിന്നെയോ ഈ തലച്ചോർ നമ്മുടെ മുഖം ഉണ്ടാക്കിയ നല്ല നേർക്കാണല്ലോ അല്ലേ, കറക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചില്ല. നമ്മുടെ മുഖവും ചുണ്ടും ഒക്കെ കറക്റ്റാ. തുമ്മൽ വരുമ്പോൾ നമ്മൾ പിടിച്ച് ബുദ്ധിമുട്ടാക്കാം. അവിടെ കോട്ടം സംഭവിക്കാൻ പാടില്ല. അപ്പൊ രോഗങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ കോട്ടം സംഭവിച്ചാൽ ഇങ്ങനെ പൊത്തിപ്പിടിക്കുക, അതേപോലെ തന്നെ മറ്റു പ്രവൃത്തികളൊക്കെ ചെയ്ത് എങ്ങനെയും പിടിച്ചു വെക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് രോഗം അതുകൊണ്ടുണ്ടാകും. അപ്പൊ എന്താ ചെയ്യാ, മുഖം അതിന്റെ സൃഷ്ടിച്ച രൂപത്തിൽ ആകൃതി തന്നെ നിൽക്കുക, ഒന്നും ചെയ്യണ്ട. എന്നിട്ട് അങ്ങോട്ട് തുമ്മിക്കോ, അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ഈ രൂപത്തിൽ മുഖത്തിനൊന്നൊരു കുഴപ്പവുമില്ലാതെ, ഒരു പ്രശ്നവും പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ എനിക്ക് തുമ്മാൻ കഴിഞ്ഞ് എനിക്ക് തുമ്മാൻ ശക്തി നൽകി റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു എന്ന് അതിന്റെ അർത്ഥമാണ്. അപ്പൊ തുമ്മും അങ്ങനെ കുറെ മെച്ചങ്ങളുണ്ട്. പിന്നെ ഇമാം ഷാഹ് വലിലായി ദഹ്ലവി റളിയല്ലാഹു തആല ഇന്ത്യക്കാരനാണല്ലോ, ഡൽഹിയിലുള്ള മഹാനാണ്. മഹാനവകൾ പറഞ്ഞ രണ്ട് കാര്യം കാണാം. കിതാബ് കാണാം, ഉജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന കിതാബിൽ കാണാം. എന്താ അറിയോ, രണ്ട് വിഷയം പറഞ്ഞു. അള്ളാഹിനെ സ്തുതിക്കുന്ന രണ്ട് അടിസ്ഥാനം ഉണ്ട് എന്നാണ്. നമ്മൾ അൽഹംദുലില്ലാഹ് എന്നുള്ള സ്തുതിക്കല്ല, ഇത് രണ്ട് അടിസ്ഥാനം. നമ്മൾ നേരത്തെ ഒന്നും പറഞ്ഞു, എന്താ നമുക്കുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് പ്രതിവിധി അല്ലെ, തലച്ചോറ് ക്ലിയർ ആക്കുക. മാനവകൾ പറഞ്ഞു രണ്ട് അടിസ്ഥാനം ഇതിന് പിന്നിലുണ്ട് എന്നാണ്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തലച്ചോറിലുള്ള ഈ ഗ്യാസ്, ദുഷിച്ച ഗ്യാസുകൾ, വായുകൾ, ഇതൊക്കെ അകറ്റാൻ പറ്റിയ നല്ലൊരു പരിപാടിയാണ് തുമ്മല്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹു തആലക്ക് ചെയ്യുന്നത് നന്ദി പ്രകടിപ്പിക്കുന്നത്. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ വിഷയം എന്താ അറിയുക, ഇത് ആദം നബി അലൈഹി സ്വലാമിന്റെ ഒരു ചര്യയാണെന്നാ മഹാനകൾ പഠിപ്പിച്ചു. ഇത് ആദം നബി അലൈഹി സ്വലാമിന്റെ ഒരു ചര്യ കൂടി, ആ സുന്നത്ത്, ആ മാതൃക പിൻപറ്റിയ. കാരണം ആദം നബി തുമ്മി, അപ്പൊ അതുകൊണ്ട് എല്ലാ നബിമാരും അത് തുമ്മിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ തുമ്മുന്നത്. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യമായിട്ട് റൂഹായിട്ട് കൊടുത്തപ്പോ ഒരൊറ്റ തുമ്മല് വന്നു ആദം നബിക്ക്. ആ തുമ്മല് വന്നപ്പോ ആദം നബി അലൈഹി സ്വലാം പെട്ടെന്ന് എന്ത് ചെയ്തു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. തുമ്മല് വന്ന വേറെ സംഭവിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് ഡ്രൈവർമാർക്ക് അധികം തുമ്മാൻ പറ്റൂല, അറബികൾ ഇഷ്ടമല്ല എന്നാ പറയുന്നത്. അതിന് ചെയ്തോ ചെറിയൊരു മാസ്ക് ഉപയോഗിച്ചു. മാസ്ക് അല്ല, എന്തായാലും പറയാ, മൂക്കിന് മാത്രം കെട്ടുന്ന സാധനം ഉണ്ടല്ലോ, അതിന്റെ പേരുകൾ പറഞ്ഞത്. മാസ്ക് ആകുമ്പോൾ മൊത്തം മുഖം മൂടിയല്ലേ, അല്ല അതിന് മാസ്കിന് എന്നാ പറയാ, മൂക്കിന് മാത്രമല്ലേ, എന്തായാലും പറയാ. ആരെങ്കിലും പറഞ്ഞുകൂടി കൂട്ടുകാരെ, മനുഷ്യന്മാരെ പെട്ടെന്ന് പറയാ. അപ്പൊ അത് എന്താ പറയാ, മൂക്കിന് മാത്രം ഒരു കെട്ടുന്ന, അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാരൊക്കെ മൂക്കിന് മാത്രം, അതിന് മാസ്ക് തന്നെയാണോ പറയാ. മുഖംമൂടിക്ക് മാസ്ക് അല്ല പറയാം. മാസ്ക് പറഞ്ഞ മുഖംമൂടിയല്ലേ, ഇത് മൂക്കുമൂടിയല്ലേ. മൂക്കുമൂടിക്ക് മാസ്ക് എന്ന് പറയോ, അല്ലെ മൂക്സ് എന്നാക്കി മാറ്റേണ്ടി വരുമോ? അങ്ങനെ നമുക്ക് അങ്ങനെ ആക്കാം, മാസ്ക് നമുക്ക് മൂക്സ് ആക്കി മാറ്റാം. ഏതോ ആവട്ടെ ആ സാധനം. അപ്പൊ ഈ സാധനം ഉപയോഗിച്ചോട്ടെ, ഇവന്മാർ അങ്ങനെ ഉപയോഗിച്ചോട്ടെ. എന്നാല് ഒരു മോക്സ് ഉപയോഗിച്ചോട്ടെ, എന്നാ പിന്നെ പ്രശ്നമല്ലല്ലോ. കാരണം ഈ പൊടി ഇങ്ങനെ കയറുന്നോണ്ടാണ് അലർജി വരുന്നത്. ഈ പൊടി ഇങ്ങനെ തലച്ചോറിലേക്കാട് വരുമ്പോഴാണ് അതങ്ങോട്ട് തുമ്മല് വരുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞു. രണ്ടാമത്തെ മഹാനായ ദഹ്ലവി ഇമാം റളിയല്ലാഹു തആല പറഞ്ഞ രണ്ടാമത്തെ കാരണം എന്താ, രണ്ടാമത്തത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യമായി റൂഹ് കൊടുത്തപ്പോഴാണ് ആദം നബി അലൈഹി സ്വലാം അവിടെ തുമ്മിയത്. ആ തുമ്മിയപ്പോ ആദം നബി അലൈഹി സ്വലാം എന്ത് പറഞ്ഞു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ടത്. അപ്പോ ശ്രോതാക്കൾ കേട്ട ആളുകൾ എന്ത് പറയണം, നമ്മൾ പഠിച്ചു അല്ലേ, റഹ്മത്തുള്ളാഹി എന്ന് പഠിക്കണം. ഇനി അതേ സമയത്ത് ചെറിയ കുട്ടിയാ തുമ്മുന്നെങ്കിലോ, അവിടെ മസാല വേറെ കേട്ടോ.
ചെറിയ കുട്ടി തുമ്മിയാല് അവിടെ അൽഹംദുലില്ലാ എന്ന് കുട്ടി പറയണം. കുട്ടിനോട് പറഞ്ഞു കൊടുക്കണം, മോനെ ഇങ്ങി തുമ്മിയിട്ടുണ്ട്, തുമ്മിയോട് ഇങ്ങി എന്ത് ചെയ്യണം, അൽഹംദുലില്ലാ പറയണം എന്നൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അത് വേണ്ടിയതാ. എന്നാൽ ആ കുട്ടി തുമ്മിയാൽ എന്താ അവിടെ പറയാന്നറിയോ? കുട്ടിനോട് തിരിച്ച് നമ്മള് അൽഹംദുലില്ലാ പറയും, യർഹമുക്കല്ലാ എന്നല്ല പറയേണ്ടത്. അവിടെ കുട്ടിയാണെങ്കിൽ അസ്ലഹക്കല്ലാ എന്ന് പറയാൻ നല്ലതെന്നാ. അസ്ലഹക്കല്ലാ, മോനെ അല്ലാത്തൻ എന്ന് നന്നാക്കട്ടെ എന്ന് പറയാം. ഇത് പറയാൻ നല്ലതെന്നാ, സുന്നത്താണ്. അപ്പൊ അൽഹംദുലില്ലാ പറഞ്ഞില്ലെങ്കിലും ഇവിടെ എന്ത് പറഞ്ഞാൽ മതി, അസ്ലഹക്കല്ലാ എന്ന് പറയാ. അത് നല്ലതാണ്, കുട്ടികളോട് ഏറ്റവും നല്ലതാണ്. ഇപ്പൊ 3 പ്രാവശ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. 4ാം പ്രാവശ്യം ഓന് എന്ത് ചെയ്യാൻ മതി, രോഗത്തെ ശുപാർശയ്ക്ക് വേണ്ടി രോഗം മാറ്റം എന്ന് പറഞ്ഞാൽ മതി. അത് നേരത്തെ പറഞ്ഞാണല്ലോ, നിങ്ങളത് കേൾക്കാത്തതുകൊണ്ടാവും അല്ലേ? ആയിക്കോട്ടെ മാഷ. അപ്പൊ അത് കേൾക്കാത്തതുകൊണ്ടാണ്. ഏതായിരുന്നാലും നമ്മൾ ഇതൊക്കെയാണ് ജീവിതത്തിൽ പകർത്തുന്നത്. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഇതൊക്കെ നിസ്സാര പ്രശ്നങ്ങളാണ്, നിസ്സാര കാര്യങ്ങൾ, വലിയ വിഷയങ്ങളൊന്നുമല്ല. ഒരുപാട് വലിയ വിഷയം എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റിയ കൂലി ഇഷ്ടം പോലെ കിട്ടുന്ന വിഷയമാണ്. ഇനി ഇതിന് കുറെ ദുആകളൊക്കെ ഉണ്ട്, എങ്ങനെ ആ ദുആർക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു സമയത്ത് പറയാം. ഇപ്പൊ സമയം 12 മണി ആവുന്നു. ഇപ്പൊ 12 മണിക്കാണല്ലോ നമ്മളെ ക്ലാസ് നിർത്തേണ്ടത്. പിന്നെ അതുകൊണ്ട് എങ്ങനെ കാഫിറുകളുടെ ആത്മാവിന് നമ്മെ ശല്യം ചെയ്യാൻ കഴിയുമോ, അത് മറ്റൊരു ചർച്ചയാണ്. ഇതിലേക്ക് ആ ചർച്ച ബന്ധപ്പെട്ടാ പിന്നെന്ത് ചെയ്യേണ്ടി വരുമോ, ഞാൻ ഇസ്മിയ ചികിത്സന്റെ പിന്നാലെ ഇപ്പൊ പോണ്ടി വരും. കാഫിറുകളെ ആത്മാവിനെ നമ്മെ ശല്യം ചെയ്യാൻ കഴിയൂലേ, ആവശ്യങ്ങളൊക്കെ ഒറ്റവാക്കിൽ നിങ്ങൾ അതൊന്നും ഇല്ലാന്ന് വിശ്വസിച്ചാൽ എന്നാ ഒരു കുഴപ്പമില്ല, എന്നാ പേടിക്കാതെ സുഖമായി ജീവിക്കാം. പിന്നെ പിശാചിന്റെ ശല്യമുണ്ട്, അതിനൊരുപാട് തെളിവുകളുമുണ്ട്. പിശാചിന്റെ ശല്യമുണ്ടാവും, അതിന് തെളിവുണ്ട്. അത് ഈ മരിച്ചാൾ, അടുത്തൊരാൾ മരിച്ചാൽ അയാളെ പിന്നെ ആത്മാവ് വരിക, അയാളെ റൂഹ വരിക, കല്യാണി ചത്തുപോയി അല്ലെ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള രാമോദരൻ മരിച്ചുപോയി, രാമോദരൻ റൂഹ് വീട്ടിൽ വന്ന്, ഇങ്ങനൊന്നും നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കണ്ട. അങ്ങനെ പരിപാടി ഇല്ല. പിശാചിന്റെ ശല്യമുണ്ട്. റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നായ ഓരിയുടെ ശബ്ദം കേട്ടാല്, അതുപോലെ തന്നെ കഴുതയുടെ ശബ്ദം, കരയുന്ന ശബ്ദം കേട്ടാല് കുട്ടികളെ അതെ 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 അതാണ്. അത് വലിയൊരു ചർച്ചയുള്ള വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അതേ പറിച്ചൊക്കെ നമുക്ക് റൂഹാനി എന്താന്നൊക്കെ വിഷയത്തിൽ പറയാം. ഏതായിരുന്നാലും അങ്ങനെ കാഫിറുകളെ കൂടുതൽ ചർച്ചകളൊന്നും കുത്തിരിക്കണം, അങ്ങനത്തെ ശല്യമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഓരോരുത്തർ വെറുതെ പേടിപ്പിക്കുകയാണ്. അതേ സമയത്ത് പിശാചിന്റെ ശല്യം ഉണ്ടാവും. റസൂല പഠിപ്പിച്ചതാണല്ലോ, നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത്, ഈ മഗ്‌രിബിന്റെ സമയത്ത്, ഈ നായ ഊരുന്ന സമയത്തും ഇത് നമുക്ക് കുട്ടികളെ പുറത്തിറക്കരുത് എന്ന് പറയാനുള്ള കാരണം അതാണ്. അവിടെ പിശാചിന്റെ ശല്യം ഉണ്ടാവും, പിശാച് ഓടി നിൽക്കുന്ന സ്ഥലമാണ്. അതൊക്കെ ഹദീസ് നല്ല കറക്റ്റായ ഹദീസ് തന്നെ വന്നതുകൊണ്ട് അതൊക്കെ നമുക്ക് വിശ്വസിക്കാമെന്നല്ലാതെ ഈ രൂപത്തിൽ ആരും വിശ്വസിക്കേണ്ടതില്ല. അതൊക്കെ വെറും ഓരോരോ ആളുകൾ പേടിപ്പിക്കാൻ വേണ്ടി, കുറെ പൈസ തട്ടാൻ വേണ്ടി കുറെ ആളുകൾ ചെയ്യുന്നുണ്ട്. ഈ കുറെ പണിക്കന്മാര്, പണിയം വരുന്ന ആളുകൾ, അമുസ്ലിങ്ങളായ ആളുകളൊക്കെ മടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആളുകൾ പോകാൻ തന്നെ പാടില്ല, അതും ശ്രദ്ധിക്കണം. അങ്ങനത്തെ ആളുകൾക്ക് പോവുക ചെയ്തത് ഹറാമാണ്. നമ്മൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വിഷയമാണ്. ഇതുപോലത്തെ ആളുകളെടുക്ക് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് മുസ്ലിങ്ങൾ പോവുക എന്ന് നമ്മൾ രഹസ്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കൊടുക്കുക, അവരോട് പറഞ്ഞു കൊടുക്കുക. അവർ ചെയ്യുന്ന ചിലപ്പോൾ ബലിയർക്കാനോ അല്ലെ അതും ഇതും ഒക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ ഹറാമാണ്, ഒഴിവാക്കേണ്ടതാണ്. അതേക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് ഞാൻ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു. സമയം കിട്ടിയാൽ കുറച്ചും കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. അതേക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ നമ്മുടെ അബൂ സാജി ഉസ്താദ് താഴെ വന്നിട്ടുണ്ട്. ഇനി ഉസ്താദിന്റെ ക്ലാസ് ആണല്ലോ അല്ലേ, 12 മുതൽ ഉസ്താദിന്റെ ക്ലാസ് ആണ്. ഉസ്താദ് ശബ്ദം കേൾക്കുന്നതൊന്നും മുകളിലേക്ക് വന്നോളൂ, ഉസ്താദ് മുകളിലേക്ക് വന്നോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ ഈ പറഞ്ഞനുസരിച്ച് നമ്മളൊക്കെ കുറേ ആളുകൾ യെസ് അടിച്ച കുറേ വിഷയങ്ങളുണ്ട്. ഇതനുസരിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് പോവാൻ, അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അഥവാ തുമ്മിയാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ എന്ന് പറയാനും, അത് കേട്ടവൻ യർഹമുക്കല്ലാഹ് പറയാനും, യഹ്ദികുമുല്ലാഹു വസ്ലിഹു എന്ന് മറ്റും പറയാനും, ഇതിനൊക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആദരപൂർവ്വം അബൂ സാജിദ് ഉസ്താദിനെ മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. വാഖദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.